രണ്ടാം വട്ടം ലോകം നേടാൻ വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും. ഈഡൻ ഗാർഡനിൽ ഇന്ന് കരീബിയൻ ഇംഗ്ലീഷ് കാർണിവൽ. T20 ലോകകപ്പ് ഫൈനൽ ഇന്ന് നടക്കും. ഇയോൺ മോർഗൻ നയിക്കുന്ന ഇംഗ്ലണ്ടും ഡാരൻ സമി നയിക്കുന്ന വെസ്റ്റ് ഇൻഡീസുമാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ആറാമത് T20 ലോകകപ്പ് കൊട്ടിക്കലാശത്തിനായി കാത്തുനിൽക്കുമ്പോൾ ലോകം മുഴുവൻ കണ്ണുനിർക്കുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിലേക്കാണ്. കരുത്തരായ വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഫൈനലിൽ ഇന്ത്യയുടെ കളി കാണാൻ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കാരണം ഇയോൺ മോർഗന്റെ ഇംഗ്ലീഷ് നിരയും ഡാരൻ സമിയുടെ വിൻഡീസും എന്തുകൊണ്ടും ശക്തർ തന്നെ. അടിച്ചു തകർക്കലാണ് T20 എങ്കിൽ ഇത്തവണ ലോകകപ്പിൽ ഫൈനലിലെത്താൻ യോഗ്യരും ഇവർ തന്നെ. ഒരേ ഗ്രൂപ്പിൽ കളിച്ച ഇരുവരുടെയും ആദ്യ മത്സരം തന്നെ പരസ്പരമായിരുന്നു. അതിൽ ജയമാകട്ടെ വിൻഡീസിനൊപ്പവും. ബാറ്റിംഗിൽ വിൻഡീസിനാണ് കരുത്ത് കൂടുതൽ. ബൗളർമാരുടെ പേടി സ്വപ്നമായ ക്രിസ് ഗെയിൽ നയിക്കുന്ന നിരയിൽ ലണ്ടൻ സിമൺസ്, ജോൺ ചാൾസ്, ഡോയിൻ ബ്രാവോ, ആന്ദ്രെ റസൽ, ഡാരൻ സെമി എന്നീ കൊലകൊമ്പന്മാരുണ്ട്. ഇവരിൽ ഒരാൾ ഫോമിലായാൽ തന്നെ മത്സരം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് വിൻഡീസിന് ഉറപ്പാണ്. സെമി ഫൈനലിൽ ഗെയിലിനെ തളച്ചെങ്കിലും ഇന്ത്യയുടെ ഫൈനൽ സ്വപ്നം തകർത്ത ലണ്ടൻ സിമൺസിന്റെ തകർപ്പൻ പ്രകടനം അത്ര പെട്ടെന്ന് മറക്കാനാവില്ല. മറുവശത്ത് ഇംഗ്ലീഷ് നിരയും മോശമല്ല. ജേസൺ റോയ് എന്ന വലങ്കയൻ ബാറ്റ്സ്മാനാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരം. ക്ഷണവേഗത്തിൽ സ്കോർ 50ഉം 100ഉം കടത്താനുള്ള റോയിയുടെ മിടുക്ക് മുൻപും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ കളിയിൽ കണ്ടതാണ്. പിന്നാലെ ഇറങ്ങുന്നവരിൽ ജോ റൂട്ട്, നായകൻ ഇയോൺ മോർഗൻ, ജോസ് ബട്ട്ലർ എന്നിവരും എതിർ ബൌളിംഗ് നിരയെ പ്രഹരിക്കാൻ ശേഷിയുള്ളവരാണ്. ശക്തരായ ബൌളിംഗ് നിരയില്ലാത്തതാണ് ഇരു ടീമുകളെയും വലയ്ക്കുന്ന പ്രശ്നം. ഇക്കാര്യത്തിലും വിൻഡീസ് അല്പം ഭേദമാണ്. സ്പിന്നർ സാമുവൽ ബദ്രിയാണ് അവരുടെ തുറുപ്പുചീട്ട്. സ്പിന്നിനെ തുണയ്ക്കുന്ന കൊൽക്കത്തയിലെ പിച്ചിൽ ബദ്രിയും ഇംഗ്ലണ്ട് സ്പിന്നർ മൊയിൻ അലിയും തമ്മിലാകും ബൌളിംഗ് യുദ്ധം നടത്തുക. കുട്ടി ക്രിക്കറ്റിന്റെ അവസാന ദ്വന്ദ്വയുദ്ധത്തിൽ ആര് ജയിച്ചാലും രണ്ടാം തവണ T20 ലോകകപ്പ് നേടുന്ന ആദ്യ ടീമാകും ഇവർ. സ്പോർട്സ് ഡെസ്ക്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം ശ്രീ രംഗനാഥനൊപ്പം തന്നെ ശ്രീ സുധേഷ്, ഒപ്പം ശ്രീ ദേവദാസ് എന്നിവർ വിവിധ സ്റ്റുഡിയോകളിൽ അതിഥികളായി ചേരുന്നു. ആദ്യം പരിശീലകൻ ശ്രീ രംഗനാഥനിലേക്ക്. ശ്രീ രംഗനാഥൻ, ആര് ജയിച്ചാലും അവർക്കത് രണ്ടാം ലോക കിരീടമാണ്. 2020 ചരിത്രത്തിലേക്കാണ് ഈ ഫൈനൽ കടക്കുന്നത്. പോരാട്ട വീര്യമാണ് വെസ്റ്റ് ഇൻഡീസിന്റെ കരുത്ത്. മറുവശത്ത് ഒത്തൊരുമയാണ് ഇംഗ്ലീഷുകാരുടെ കൈമുതൽ. സാധ്യതകൾ എങ്ങനെയാണ്? 2020 ക്രിക്കറ്റിൽ നമുക്കൊരു പ്രവചനം സാധ്യമല്ല. എങ്കിൽ തന്നെയും ഇതുവരെ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു തിരിച്ചുവരവാണ് ക്രിക്കറ്റിൽ. പ്രത്യേകിച്ച് ധാരാളം വിവാദങ്ങളെല്ലാം കെട്ടടങ്ങി അവർ കൂടുതൽ ശക്തി ആർജിച്ച് വളരെ കരുത്തോടുകൂടി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ടീം എന്നുള്ള രീതിയിൽ ഈ ലോകകപ്പ് T20യിൽ സാമിയുടെ ക്യാപ്റ്റൻസി മികവ്, കൂടാതെ അവരുടെ ടീമിൻ്റെ എല്ലാ ഇൻഡിവിജ്വൽ പെർഫോമൻസും, ഫ്ലച്ചർ പരിക്കുമൂലം മാറ്റിയിരുന്നു. ഫ്ലച്ചർ അദ്ദേഹം കളിച്ച ഒരു മത്സരത്തിലെ ഇന്നിങ്സും മികച്ചതായിരുന്നു. അതിന് പകരക്കാരനായി വന്ന സിമൺസ് ഇന്ത്യക്കെതിരെ വിജയം നേടുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക്, കൂടാതെ ക്രിസ് ഗെയിൽ എന്നും 2020 ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും അധികായകനായ ക്രിസ് ഗെയിൽ അടങ്ങുന്ന ആ ഒരു ടീം, ബ്രാവോ ബോളിങ്ങിൻ്റെ കാര്യത്തിലും, അതുകൂടാതെ തന്നെ എല്ലാ രീതിയിലും രണ്ട് സ്പിന്നേഴ്സ് സുലൈമാൻ ബെന്നും ബദ്രിയും, അവരുടെ ആ ബോളിങ്ങിൻ്റെ ക്വാളിറ്റിയും ഏറെ മുന്നിൽ വന്നിരിക്കുന്നു. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കാര്യവും ഏതാണ്ട് ആ സമം തന്നെ. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് ഒരു പരാജയത്തിലൂടെ അവർ ഈ ലോകകപ്പ് തുടങ്ങിയെങ്കിലും അവർ വളരെ മികച്ച രീതിയിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തുന്നു, ന്യൂസിലാൻഡിനെ സെമിയിൽ പരാജയപ്പെടുത്തുന്നു. എല്ലാ രീതിയിലും അവരുടെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും അവരുടെ മികവ് ഓരോ മത്സരം കഴിയുമ്പോഴും പെർഫോമൻസ് മികവിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാധ്യത വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ നോക്കുമ്പോൾ ഒരു പടി മുന്നിൽ തന്നെ എന്ന് വിശ്വസിപ്പിക്കണം. തീർച്ചയായിട്ടും ശ്രീരംഗനാഥൻ. സുധേഷ്, ഇത്തരത്തിൽ ഒരുപക്ഷെ ഇന്ത്യ ആയിരുന്നു ഫേവററ്റുകളായി എല്ലാവരും വാഴ്ത്തിപ്പാടിയത്. ന്യൂസിലൻഡിനെ കറുത്ത കുതിരകളെന്ന് എല്ലാവരും വിളിച്ചു. പക്ഷേ ഒരാൾ മാത്രം ഇംഗ്ലണ്ടിനെ കറുത്ത കുതിരകളാകും എന്ന് പ്രവചിച്ചു, സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ലോകകപ്പ് ഫൈനൽ കളിക്കാൻ പറ്റിയ അർഹതയുള്ള രണ്ട് ടീമുകൾ തന്നെയല്ലേ ഈ മത്സരത്തിലേക്ക് വന്നിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാം. നമുക്ക് ഈ ലോകകപ്പിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരേ ഗ്രൂപ്പിൽ നിന്നുള്ള രണ്ട് ടീമുകളാണ് എത്തിയിരിക്കുന്നത്. ആ രണ്ട് ടീമുകൾ, വെസ്റ്റ് ഇൻഡീസ് ഒരു തവണ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയെങ്കിൽ പോലും മറ്റു ടീമുകളെ അപേക്ഷിച്ച് സ്ഥിരമായി ഫോം നിലനിർത്താനും നല്ല രീതിയിൽ T20ക്ക് അനുയോജ്യമായ രീതിയിൽ കളിക്കാനും ഈ രണ്ട് ടീമുകൾക്കും സാധിച്ചിരിക്കുന്നു എന്ന് കാണണം.
ഇവിടെ നമുക്ക് രണ്ട് ടീമുകളും ഏറെ വ്യത്യസ്തതകളും പുലർത്തുന്നതെന്ന് കാണണം. 2012 ചാമ്പ്യന്മാരായ ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. ആ താരങ്ങളിൽ നിന്നും ഏറെയൊന്നും വ്യത്യാസം വന്നിട്ടില്ല. അന്ന് കപ്പ് ഉയർത്തിയ സമി തന്നെ ഇന്ന് ക്യാപ്റ്റൻ, അന്നത്തെ പ്രധാന താരങ്ങൾ തന്നെ ഇന്ന് അവരുടെ പ്രധാന താരങ്ങൾ. ആ രീതിയിൽ ഒരു കൂടുതൽ പക്വത ആർജിച്ച ഒരു ടീം എന്ന നിലയ്ക്കാണ് ഈ വെസ്റ്റ് ഇൻഡീസ് വന്നിരിക്കുന്നത്. എന്നാൽ മറുപക്ഷത്ത് ഭൂരിപക്ഷവും 25 വയസ്സും 22 വയസ്സുമുള്ള യുവതാരങ്ങൾ, ഒരു പുതിയ ഇംഗ്ലണ്ടിനെ, ഇവിടെ പറഞ്ഞതുപോലെ വെസ്റ്റ് ഇൻഡീസിൻ്റെ തിരിച്ചുവരവ് എന്നതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ക്രിക്കറ്റിൽ ഒരു പുതുയുഗം കുറിക്കുന്ന ഒരു ടീം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വെസ്റ്റ് ഇൻഡീസിനെ നമ്മൾ കണ്ടതാണ്, ഏറെ പരിചയസമ്പന്നരാണ്. ഗെയിലിനെ പോലുള്ളവർ, ബ്രാവോയെ പോലുള്ളവർ, സമി, പിന്നെ ചില നല്ല യുവതാരങ്ങൾ ഫ്ലെച്ചറിനെ പോലുള്ളവരെ മാറ്റി നിർത്തുന്നില്ല. എങ്കിൽ പോലും അതൊരു പരിചയസമ്പന്നരും പക്വതയുമുള്ള ഒരു ടീം. മറുപക്ഷത്ത് ഇംഗ്ലണ്ട് ഒരു യുവാക്കളുടെ നിര, പുതിയ രീതിയിൽ കളിക്കുന്ന ഇംഗ്ലണ്ട്. നേരത്തെ നമുക്കറിയാം ഇംഗ്ലീഷ് ടീമുകൾ പല ലോകകപ്പുകളിലും നല്ല കളിക്കാരുമായി വരികയും ഒരു തവണ 2020 ജയിച്ചിട്ടുണ്ടെന്നൊന്നും മറക്കുന്നില്ല. എങ്കിൽ പോലും ഒരു കില്ലർ ഇൻസ്റ്റിക്റ്റിൻ്റെ അഭാവം എപ്പോഴും ആ ഇംഗ്ലീഷ് ടീമുകളിൽ നമ്മൾ കാണാമായിരുന്നു. എന്നാൽ ഈ ടീം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു കാര്യം കൂടി പരാമർശിക്കണം. വെസ്റ്റ് ഇൻഡീസ് കളത്തിന് പുറത്തും അകത്തും എല്ലാം ആസ്വദിച്ച് കളിക്കുന്ന ഒരു ടീം കൂടിയാണ്. നമ്മളത് പല ദൃശ്യങ്ങളിലും കണ്ടതാണ്. എന്നാൽ ഇംഗ്ലണ്ട് എങ്ങനെയാണ്, കളത്തിൽ അവർ വളരെ തങ്ങളുടെ എല്ലാ ആവേശവും കാണിക്കുന്നു. ഒരു കുറേ കൂടി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഒതുക്കത്തിൽ കളിയെ കുറേ കൂടി പ്രൊഫഷണലായി സമീപിച്ച് തന്നെ കളിക്കാൻ ഈ ഇംഗ്ലീഷ് ടീം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു മെച്ചമാണ്. അവർ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച രീതി തന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണ്. 2020 അനുയോജ്യമായ രീതിയിലുള്ള ബാറ്റിങ്ങും ബൗളിങ്ങും എല്ലാമുള്ള ഒരു പെർഫെക്റ്റ് 11 എന്ന രീതിയിലേക്ക് അവർ മാറിയിരിക്കുന്നു. എന്നാൽ വെസ്റ്റ് ഇൻഡീസ് മറുഭാഗത്ത് അത്ഭുതങ്ങൾ കാണിക്കാൻ ഗെയിലിനെ പോലുള്ളവർ നമ്മൾ കഴിഞ്ഞ ദിവസം സിമ്മൺസിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ ഏത് തരത്തിലും കളി ആസ്വദിച്ചുകൊണ്ട് തന്നെ ഏതൊരു തലത്തിൽ വെച്ചും കളി ആസ്വദിച്ച് നല്ല രീതിയിൽ മികച്ച കളി പുറത്തെടുക്കാൻ കഴിയുന്ന താരങ്ങളാണ്. ഒപ്പം തന്നെ ഇവിടെ രംഗനാഥ് സാർ പറഞ്ഞതുപോലെ ബദ്രിയെ പോലുള്ള, ബെന്നിനെ പോലുള്ളവരുടെ ബൗളിങ്ങും കൂടി ചേരുമ്പോൾ അവരൊരു വിന്നിങ് കോമ്പിനേഷനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും നല്ലൊരു മത്സരം, തുല്യ സാധ്യത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഏറ്റവും ഫോമിലേക്ക് ഉയരുന്ന ടീം ഏതാണോ അവർ ജയിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും സുധേഷ് പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലണ്ടിന് അത്തരത്തിലൊരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ കുറവുണ്ട്, അത് ഇത്തവണ മറികടന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാതെയാണ് ഇംഗ്ലണ്ട് എത്തിയിരിക്കുന്നത്. ഒരു കൂട്ടം യുവതാരങ്ങളുടെ കരുത്താണ് അവരുടെ ആ ഒരു കൂട്ടായ്മ. അതിൽ ജാസൺ റോയ് ഉണ്ട്, അലക്സ് സെയിൽസ് ഉണ്ട്, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം ബെൻ സ്റ്റോക്സ്, അങ്ങനെയുള്ള കളിക്കാരൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു കരുത്തിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? കാരണം വെസ്റ്റ് ഇൻഡീസിന്റെ ഓരോ കളിക്കാരും മാച്ച് വിന്നർമാരാണെന്ന് അവർ ഓരോ മത്സരങ്ങളിൽ തെളിയിച്ചതാണ്. എല്ലാവരും 2020 പേര് കേട്ട ആളുകളുമാണ്. തീർച്ചയായും ഇവിടെ പറയണം, വെസ്റ്റ് ഇൻഡീസ് 2012 ജയിക്കുമ്പോഴുള്ള താരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മറുപക്ഷത്ത് 2010 ഇംഗ്ലണ്ട് കിരീടമുയർത്തുമ്പോഴുള്ള മോർഗൻ മാത്രമാണ് ഇന്ന് ആ ടീമിലുള്ളത്. അതുതന്നെ ഒരു ടീമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ പോസിറ്റീവായ ലക്ഷണമായി കാണണം. ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടും ആ ടീം ഫൈനലിലെത്തിയിരിക്കുന്നു. ഇവിടെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് പറയുമ്പോൾ റോയ് എന്ന പുതിയ താരത്തിൻ്റെ ഉദയം നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ഹെയിൽസ് അദ്ദേഹത്തിന് നല്ല പിന്തുണ നൽകുന്നു, നല്ല തുടക്കങ്ങൾ. പിന്നീട് വരുന്നവർ നമ്മൾ ജോ റൂട്ടിൻ്റെ പ്രകടനം നമ്മൾ കണ്ടതാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ അവർ റൺ ചേസിൽ 229 ചേസ് ചെയ്യുമ്പോൾ ജോ റൂട്ടിൻ്റെ ബാറ്റിംഗ് നമ്മൾ കണ്ടതാണ്. ഇതൊന്നും ജോ റൂട്ട് ഫോം ഔട്ട് ആണെങ്കിൽ ബട്ട്ലറെ പോലുള്ള താരങ്ങൾ ആ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായി തന്നെ വരുന്നു എന്നുള്ളത് ഇംഗ്ലീഷ് ബാറ്റിങ്ങിന് വലിയ ആശങ്കകളില്ല എന്ന് തന്നെ ഈ യുവതാരങ്ങൾ. എനിക്ക് തോന്നുന്നു രംഗനാഥൻ, ശ്രീ ആൻഡ്രൂ സ്ട്രോസ് ഡയറക്ടറായിട്ട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ അടിമുടി അഴിച്ചുപണികൾ നടന്നിരിക്കുന്നു. അവരുടെ ടീമിന് പുതിയൊരു ഊർജ്ജം കൈവന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആഷസിലടക്കം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച് കെവിൻ പീറ്റർസന്റെ മാതിരി വന്ന ഒരു പ്ലെയറാണ് റോയ്. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ആരും പേര് കേൾക്കാത്ത ഒരു പ്ലെയർ, പക്ഷേ ഈ ലോകകപ്പ് വന്നപ്പോൾ ഇങ്ങനെ ഒരു പുതിയ താരത്തിനെ നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ ബട്ട്ലറിൻ്റെ കാര്യം, ആ ബട്ട്ലർ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ എല്ലാ രീതിയിലും ആ ടീമിൻ്റെ ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ വിജയിച്ച മത്സരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് മികവ് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജോ റൂട്ടും ഇവിടെ ഫോമിലോട്ട് വരാത്തത് ഒരുപക്ഷെ ക്യാപ്റ്റനായിട്ടുള്ള മോർഗൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സ് ഇനിയും കാണാൻ സാധിച്ചിട്ടില്ല. ക്യാപ്റ്റൻ എന്ന രീതിയിൽ മോർഗൻ മികച്ച പ്രകടനമാണ് നടത്തിയത്. വളരെ അതിന് ഉദാഹരണം നേരത്തെ സുമേഷ് പറഞ്ഞ മാതിരി ന്യൂസിലാൻഡിനെതിരെയുള്ള ആ ഒരു മത്സരം തന്നെ അവർ ശക്തമായിട്ട് തിരിച്ചു വരുന്നു. ആ സ്റ്റോക്സിന്റെ ഒരു ബോളിംഗ്, അദ്ദേഹത്തിന് എങ്ങനെയാണ് ബോളിങ്ങിന് വിനിയോഗിച്ചത്, ആ ഒരു ഘട്ടത്തിൽ നല്ല വലിയൊരു സ്കോറിൽ ന്യൂസിലാൻഡ് പിക്കോ തളയ്ക്കാനായിട്ട് മോർഗന്റെ പല പരീക്ഷണങ്ങളും വിജയിച്ചു. അദ്ദേഹം അത് വളരെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് T20 ക്രിക്കറ്റിലായാലും ഏകദിനത്തിലായാലും എൻ മോർഗൻ എന്നുള്ള ആ ഒരു കളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവാണ് ക്യാപ്റ്റൻസിയിലൂടെ അദ്ദേഹം തെളിയിച്ചത്. ഒരുപക്ഷെ ഇന്ന് ഈഡൻ ഗാർഡൻസിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികവ് കൂടെ വരികയാണെങ്കിൽ നല്ലൊരു വിജയം തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് സ്വന്തമാക്കാൻ സാധിക്കും. ഇവിടെ എടുത്തു പറയേണ്ടത് മൊയിൻ അലി എന്നുള്ള ഒരു ഓൾറൗണ്ടർ. അദ്ദേഹം ബോളിങ്ങിലും അതുപോലെ തന്നെ ബാറ്റിങ്ങിലും തിളങ്ങി. അഫ്ഗാനെതിരെ എനിക്ക് തോന്നുന്നു ആ മത്സരം കളി ചേഞ്ച് ചെയ്ത് തന്നെ അദ്ദേഹമാണ്. അപ്പോൾ ഒരു രീതിയിൽ അവരുടെ എല്ലാവരുടെ പ്ലേയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യമായാലും
പുതിയതായിട്ട് വന്ന താരങ്ങളെല്ലാം തന്നെ അവരുടെ റോള് വളരെ മികച്ചതായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. അത് സ്ട്രോസ് കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ട്. കളിയില്ലെങ്കിൽ പുറത്ത്. നേരത്തെ പീറ്റേഴ്സിനെ അദ്ദേഹം വലിയ കളിക്കാരൻ ആ പേര് പോലും നോക്കാതെ എടുത്ത് പുറത്തേക്ക് വിട്ടത് സ്ട്രോസിന്റെ ഒരൊറ്റ വാക്കായിരുന്നു. വളരെ വ്യക്തമായി ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. കാരണം അവർ ഒരിക്കലും സച്ചിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഒരു പ്രതീക്ഷയുള്ള ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ടീമിൻ്റെ ആ ഒരു ആവേശം അല്ലെങ്കിൽ അവർ കളിയിൽ കാണിക്കുന്ന ആ ഒരു രീതി അത് വളരെ വ്യക്തമാണ്. കാരണം അവരുടെ ബോഡി ലാംഗ്വേജ് ഇപ്പോൾ റൂട്ടായാലും ആ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഒരു വിജയം ഇന്ന് ഈ ലോകകപ്പിൽ തന്നെ ഏറ്റവും ഒരു മികച്ച ചേസായിട്ട് പറയണം. ഒരു റൺ ചേസ് 2020 ക്രിക്കറ്റിൽ 229 റണ്ണ് ചേസ് ചെയ്ത് ഒരു ടീം വിജയിക്കുക, അത് ആ ടീമിൻ്റെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ടീം കോമ്പിനേഷൻ അതാണ് അവരെ സൂചിപ്പിച്ചത്. ബോളിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ജോർഡാൻ എന്നുള്ള ബോളറുണ്ട്, വളരെ മികച്ച രീതിയിൽ പന്തെറിയുന്നു. കൂടാതെ എല്ലാ രീതിയിലും അവരൊരു ടീം എന്നുള്ളൊരു കോമ്പിനേഷൻ ഇംഗ്ലണ്ടിന് വരുത്തി. അതുകൊണ്ടാണ് അവർക്ക് ആ സെമി ഫൈനലിൽ വിജയിക്കാൻ സാധിച്ചതും ഇന്നിപ്പോൾ ഫൈനലിൽ കയറിയ ഒരു വിജയസാധ്യതയുള്ള ലോകകപ്പ് നേടാനായിട്ട് വീണ്ടും രണ്ടാമത്തെ തവണ ലോകകപ്പ് നേടാനായിട്ടുള്ള ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ടീമായിട്ട് മാറുന്നതും ആ ടീമിൻ്റെ ഒരു ഘടനയാണ്. അതുമാത്രമല്ല ആ യങ്സ്റ്റേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ഓരോരുത്തരുടെയും റോള് അവർ വ്യക്തമായിട്ട് അവർ കാണിക്കുന്നു കളിക്കളത്തിൽ. അതാണ്. മറുവശത്ത് വെസ്റ്റ് ഇൻഡീസ് അങ്ങനെയല്ല, ഒരു ടീം എന്നുള്ള രീതിയിൽ കളി ആസ്വദിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരു ടീം ഇന്ത്യയെ തന്നെ വളരെ കൺവിൻസിംഗ് ആയിട്ട്, അതാണ് എടുത്തു പറയേണ്ടത്, വളരെ അനായാസം തോപ്പിച്ചു എന്ന് തന്നെ പറയണം. ഇന്ത്യയുടെ ബോളിങ് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന അശ്വിനും ജഡേജനെല്ലാം നേരിട്ട ശൈലി, അവരുടെ സിമൺസിൻ്റെ ബാറ്റിംഗ് മികവ്, റസൽ നമുക്ക് ഒരിക്കലും പറക്കാൻ സാധിക്കില്ല, അദ്ദേഹം ആ വാങ്കഡെ സ്റ്റേഡിയത്തിൽ അടിച്ച ബാറ്റിംഗ് മികവ്, എല്ലാ രീതിയിലും വെസ്റ്റ് ഇൻഡീസിന് നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല. വെസ്റ്റ് ഇൻഡീസ് അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് മികവ് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് മാറ്റേണ്ടി വരും, വെസ്റ്റ് ഇൻഡീസ് ആയിരിക്കും വിജയിക്കുക. എങ്കിലും എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സും കൂടുതൽ മികവ് കാണിക്കാൻ കഴിവുള്ളൊരു ടീമാണ് ഇംഗ്ലണ്ട്. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ നമുക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ ചർച്ചയിലേക്ക്. സുധേഷ്, ഒരു കാലത്ത് ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിച്ചവരായിരുന്നു വെസ്റ്റ് ഇൻഡീസ്. 80 മുതൽ ഇന്ത്യയുടെ തോറ്റോടെയാണ് ആധിപത്യത്തിന് ഒരു തകർച്ച കണ്ടു തുടങ്ങിയത്. പിന്നീട് അവരുടെ ഒരു അസ്തമനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ 2012 ലോകകപ്പ് 2020 ലോകകപ്പ് നേടി വീണ്ടും ഒരു ഫൈനലിലേക്ക് അവർ വരുന്നു. ഒരു തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ വെസ്റ്റ് ഇൻഡീസ് കാണിക്കുന്നു. മറുവശത്ത് ഇംഗ്ലണ്ട്, ഒരു കാലത്ത് ലോകകപ്പ് ഫൈനലുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇംഗ്ലണ്ട്. പക്ഷേ അവർക്കൊരു ലോകകപ്പ് നേടാൻ 2020 വരവ് വരെ കാത്തിരിക്കേണ്ടി വന്നു. ആര് വിജയിക്കും എന്നതിനപ്പുറത്തേക്ക് ക്രിക്കറ്റിന് ഇന്നത്തെ മത്സരം സമ്മാനിക്കുന്ന കുറേ മനോഹരമായ നിമിഷങ്ങളുണ്ടായിരിക്കും. നിഷ്പക്ഷരായ ആരാധകർ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ അതിനുവേണ്ടിയായിരിക്കും. തീർച്ചയായും നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസ് എന്ന ടീം നമുക്ക് ഏറെ ആരാധകരുള്ളത്. ഈ ക്രിക്കറ്റ് കണ്ടുപിടിച്ച ഇംഗ്ലണ്ടുകാർ അത് ഒരു ലോക കിരീടം നേടാൻ ഏകദിനത്തിൽ ഒരു ലോക കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കണം. അവിടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ആധിപത്യമായിരുന്നു നിരന്തരം. അവർ നാച്ചുറലായി ഒരു സ്വാഭാവികമായി ഇത് കളിക്കുന്ന ഒരു താരങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നും സൂപ്പർ താരങ്ങൾ അവർക്കുണ്ടായിരുന്നു. വിവൻ റിച്ചാർഡ്സ് ആയാലും അതിനു മുമ്പായാലും ക്ലൈവ് ലോയിഡിൻ്റെ കാലഘട്ടമായാലും ബ്രയാൻ ലാറ ആയാലും പിന്നീട് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നു ക്രിസ് ഗെയിലിനെ പോലുള്ള താരങ്ങൾ. അപ്പോൾ എന്നും ക്രിക്കറ്റിനോട് വല്ലാതെ ഒരു അഭിനിവേശം, പല പ്രശ്നങ്ങളുമുണ്ട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റുമായി സംബന്ധിച്ച്, ഏറെ പ്രശ്നങ്ങൾ. ഈ ലോകകപ്പിന് വന്ന ടീമുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുമായി വന്നത് അവർ തന്നെ ആയിരിക്കണം. എന്നാൽ പോലും അതെല്ലാം മറക്കുന്ന ഒരു വികാരമായി അവർ ക്രിക്കറ്റിനെ കൊണ്ടു നടക്കുന്നു എന്ന് കാണണം. ആ രീതിയിൽ അവർ ആസ്വദിച്ച് കളിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടീമിനോടൊരു താല്പര്യം സ്വാഭാവികമായും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം, ഞാൻ എന്നും പറയുന്നത് പോലെ വെള്ളക്കാരനും കറുത്തവനും തമ്മിലൊരു വ്യത്യാസം, നമുക്കുള്ളൊരു സ്നേഹം, പിന്നെ കളി ആസ്വദിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ നമ്മളെങ്ങനെയാണോ കാണുന്നത് അതുപോലുള്ളൊരു ആവേശം നമ്മുടെ നാട്ടിലുള്ളവർക്ക് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിനോട് ഉണ്ട് എന്ന് പറയണം. പക്ഷെ പലപ്പോഴും ആ ഒരു ഇതിനോട് നീതി പുലർത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന് ഈയിടെ പോലും ഒരു നിക്കോൾസൺ എന്നൊരു കോളം എഴുത്തുകാരൻ തല ഉപയോഗിച്ച് കളിക്കാത്തവർ എന്ന രീതിയിൽ ആക്ഷേപിച്ചു. കഴിഞ്ഞ ദിവസം സമയം അതിന് മറുപടി നൽകുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ആക്ഷേപം എന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കറുത്തവർ. അതിൻ്റെ ഒരു ഭാഗമാണ്. തല ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ അവർ കളിക്കുന്നതെന്ന് സെമി ഫൈനലും മറ്റും കണ്ടവർക്ക് കൃത്യമായി ബോധ്യമാകും. ഇംഗ്ലണ്ടിനെതിരായ മത്സരം കണ്ടവർക്ക് ബോധ്യമാകും. അപ്പോൾ കളി ആസ്വദിക്കുന്നത് കൊണ്ട് അത് തല ഉപയോഗിച്ചല്ല എന്ന് പറയുന്നത് ശരിയല്ല. അവിടെയാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് തോന്നുന്നു. അവരെല്ലാ തരത്തിലും വളരെ കളത്തിൽ ആ ആവേശം കാണിക്കുന്നു. കളിയിൽ നമ്മളൊരു സ്പിരിറ്റ് കളത്തിൽ കാണേണ്ടത് അതുതന്നെയാണ്. വളരെ ഗൗരവത്തോടുകൂടിയുള്ള ഒരു കളി. ഇത് കളി എന്ന ഒരു പേരിൽ തന്നെ സമീപിക്കണം. ആ രീതിയിൽ തന്നെ അവർ കളിയെ കാണുന്നു. മറുപക്ഷത്ത് ഇംഗ്ലണ്ട്, നമുക്കറിയാം ഏറെ നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു മികച്ചൊരു ടീമിനെ അല്ലെങ്കിൽ യുവാക്കളുടെ ബലത്തിൽ നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ സാധിച്ചിരിക്കുന്നു ഇംഗ്ലണ്ടിന് നമ്മൾ കാണുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ജോ റൂട്ടിനെയും ബട്ട്ലറേയും പോലുള്ള താരങ്ങൾ, മറുപക്ഷത്ത് ജോർദനെയും സ്റ്റോക്സിനെയും പോലുള്ളവർ നല്ല ബൗളിംഗ് കാഴ്ചവെക്കുന്നു. മോയിൻ അലിയെ പോലുള്ള ഓൾറൗണ്ടർമാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏറെക്കുറെ
കുറേ കൂടെ കണിശതയോടെ കളിക്കുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒരു സീരിയസ് ആയി കളിക്കുന്ന ഒരു ടീം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫൈനലിൽ ഒരു കൂടുതൽ പേർ ആഗ്രഹിക്കുന്ന സ്വാഭാവികമായും മനു പറഞ്ഞതുപോലെ ഒരു വെസ്റ്റ് ഇൻഡീസ് വിജയം തന്നെയായിരിക്കണം നമ്മുടെ നാട്ടിലുള്ളവരെങ്കിലും ആഗ്രഹിക്കുന്നത്. എങ്കിൽ പോലും ആത്യന്തികമായി ഒബ്ജക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇംഗ്ലണ്ടിന്റെ കൂടെ. അല്ലല്ല, അത് വെസ്റ്റ് ഇൻഡീസിന്റെ ടീമിന്റെ ആ ഒരു രീതി നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എല്ലാവരും ആരാധിക്കുന്നതും ഇപ്പം ഞങ്ങളൊക്കെ കളി തുടങ്ങുമ്പോൾ ആപ്പാടെ നോക്കുന്നത് വെസ്റ്റ് ഇൻഡീസ് ടീമാണ്. കാരണം അത്രയധികം ഒരു ക്രൗഡ് പുള്ളേഴ്സാണ്. അത് മാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ വെസ്റ്റ് ഇൻഡീസ് ടീം ധാരാളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു ടീമാണ്. അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്ലെയറിനെയും ഇപ്പോൾ ക്ലൈവ് ലോയ്ഡ് ആയാലും ഗ്രീനിജ് ആയാലും ഹെയ്ൻസ് അല്ലെങ്കിൽ റിച്ചർഡ്സ് ഇവരൊക്കെ നമ്മൾ വലിയൊരു ആരാധവൃന്ദം. അന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിലും കൂടുതൽ ആരാധകരുള്ളത് വെസ്റ്റ് ഇൻഡീസിനാണ്. അന്ന് ഏകദിന ക്രിക്കറ്റിന്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ഏകദിന ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് ആണ്. വേറെ മറ്റുള്ള ടീമുകളിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അവരുടെ ആ ഒരു ശൈലി, അവരുടെ ബോഡി ലാംഗ്വേജ്, അതൊക്കെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന മാതിരി. അവർ ഇപ്പോൾ ഇംഗ്ലണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ ജെന്റിൽമാൻസ് ഗെയിം എന്നൊക്കെ പറയുന്നത്, പക്ഷേ ഇവരങ്ങനെയല്ല, കളീനെ ആസ്വദിക്കുന്നു, ആഘോഷമാക്കുന്നു. അവർ വിജയിച്ചാലും തോറ്റാലും അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് അതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അത് മാത്രമല്ല അവരുടെ ആ കളിയുടെ ശൈലി, അവരിപ്പോൾ ഒരു പ്രഷറില്ല, അവരെ സമ്മർദ്ദത്തിന് ഒരു രീതിയിലും ഒരു വെസ്റ്റ് ഇന്ത്യൻ താരം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യക്കെതിരെ ഈ മത്സരം തന്നെ എടുക്കുകയാണെങ്കിൽ സെമി ഫൈനലിൽ അവർ ഈ വലിയ ടോട്ടൽ ഒരു സമ്മർദ്ദമോ ഒരു തുടക്കത്തിലെ ഗെയിലിൻ്റെ വിക്കറ്റ് ഇല്ലെങ്കിൽ സാമുവൽസിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. പിന്നീട് വന്നത് തീർത്തും ഒരു വെസ്റ്റ് ഇന്ത്യൻ ശൈലിയിലുള്ളൊരു ബാറ്റിംഗ്, റസൽ ബാറ്റ് ചെയ്ത ശൈലി, അതാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ത് സമ്മർദ്ദം എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വന്നു ബാറ്റ്, ഡഗ്ഔട്ടിലെ കാഴ്ചകൾ കണ്ടാലും മനസ്സിലാവുന്നു സമയമൊക്കെ വളരെ കൂളായിട്ട്. അതാണ് വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ. അല്ലെങ്കിൽ ഇത് വെസ്റ്റ് ഇൻഡീസ് ടീം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഗയാന, ജമൈക്ക, ലീവാർഡ് ഐലൻഡ്സ്, ഇങ്ങനെ പല പല ഐലൻഡ്സും എല്ലാം ചേർന്നൊരു ടീമാണ്. രാഷ്ട്രത്തിന്റെ കീഴിൽ അതെ അതെ, അതൊരു വലിയ ഒരു ഇപ്പൊ ഇന്ത്യ മാരിയോ അല്ലെങ്കിൽ മറ്റുള്ള ഓസ്ട്രേലിയ മാരിയോ ഇംഗ്ലണ്ട് ഇങ്ങനെ ഒരു ഒരുമിച്ചല്ല ഇരിക്കുന്നത്. പക്ഷേ ഇവരെല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് പല പ്രശ്നങ്ങളും അത് കാരണമാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതൊക്കെ മറന്ന് ആ ഒരു വെസ്റ്റ് ഇൻഡീസ് ടീം എന്നുള്ള രീതിയിൽ ലോകകപ്പ് കളിക്കുന്നത് കാണുമ്പോൾ തീർത്തും പഴയകാല വെസ്റ്റ് ഇൻഡീസ് ഓർമ്മയാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ലോകകപ്പ് ജയിക്കും. അവർ ടീം എന്നുള്ള രീതിയിൽ വീണ്ടും ഉണർന്ന് കളിച്ചു കഴിഞ്ഞാൽ ഈ ലോകകപ്പും അവർ തന്നെയായിരിക്കും ചാമ്പ്യൻസ്. പക്ഷേ കണക്കിലെ കളികളുണ്ട് ശ്രീരംഗനാഥൻ. അതായത് വെസ്റ്റ് ഇൻഡീസ് 2020 ഏറ്റവും കൂടുതൽ തോൽപ്പിച്ചിട്ടുള്ള ടീം ഇംഗ്ലണ്ടാണ്. 13 തവണ ഇവർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 9 തവണ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു. ഇംഗ്ലണ്ട് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തോറ്റ ടീമും വെസ്റ്റ് ഇൻഡീസിനോടാണ്. മാത്രമല്ല ഈ ലോകകപ്പിലെ ചില കണക്കുകൾ എടുത്താൽ എല്ലാ കളിയിലും വെസ്റ്റ് ഇൻഡീസ് ചേസ് ചെയ്താണ് ജയിച്ചത്. 3 തവണ അവർക്ക് ടോസ് ലഭിച്ചു. 1 തവണ ടോസ് നഷ്ടപ്പെട്ടിട്ട് ചേസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അങ്ങനെ കുറേ, മാത്രമല്ല ഏറ്റവും കൂടുതൽ 6 അടിച്ച ടീം വെസ്റ്റ് ഇൻഡീസ് ആണ്, 36 എണ്ണം. ഇംഗ്ലണ്ടിനുമുണ്ട് അത്തരത്തിലൊരു കണക്ക്. ഏറ്റവും കൂടുതൽ റൺ റേറ്റ് 9 സംതിങ് ആണ് അവരുടെ റൺ റേറ്റ്. മാത്രമല്ല ഇംഗ്ലണ്ടിന് വേറെ ചരിത്രം പറയാനുണ്ട്. അവർ 2020 ലോകകപ്പ് അടിച്ച സമയത്ത് ആദ്യ കളി വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റിട്ടാണ് അവർ ഫൈനലിൽ ജയിച്ചത്. അത് ഇത്തവണയും ആവർത്തിക്കുമെന്നൊരു വിശ്വാസത്തിലാണ് അവർ ഇരിക്കുന്നത്. അല്ല, രണ്ട് ടീമാണ്. നേരത്തെ സുമേഷ് സൂചിപ്പിച്ചു അതിനെപ്പറ്റി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് പല താരങ്ങളും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ലോകകപ്പ് കളിച്ച താരങ്ങളാണ്. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ എനിക്ക് തോന്നുന്നു ഈ മോർഗൻ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള താരങ്ങൾ, ഇപ്പോൾ റൂട്ടും മോർഗൻ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ പുതിയ താരങ്ങളാണ്. അപ്പം അവർക്കൊരു ആവേശം യങ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ പുതിയവരായിട്ട് അവർക്ക് ഒരു കളി വിജയിക്കണം എന്നുള്ളൊരു ആവേശം കൂടുതലായിട്ട് ഇംഗ്ലണ്ടിനെ കാണാൻ സാധിക്കുന്നു. അവരുടെ ആ ഒരു മത്സരത്തിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിലുള്ള അവരുടെ ഒരു അപ്രോച്ച് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ബോളേഴ്സ് ആയാലും ഇപ്പോൾ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിനെ നോക്കുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു യങ് ബ്ലഡാണ്. അതൊരു മാറ്റം തന്നെയാണ്. ഫീൽഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഫീൽഡിങ്ങിൻ്റെ കാര്യം ഏറെ നിർണായകമാണ്. ഈ 2020 ക്രിക്കറ്റിൽ ഏറ്റവും നിർണായകമാകുന്ന ഫീൽഡിംഗ് ആണ്. ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസ്. ഒരു നിമിഷം നമുക്ക് വളരെ വേഗത്തിലെത്താൻ. ശ്രീരംഗനാഥൻ, നമ്മൾ ആ കണക്കിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുവരെ ചേസ് ചെയ്ത് വിജയിച്ചാണ് വെസ്റ്റ് ഇൻഡീസ് ഫൈനലിലേക്ക് വന്നത്. ഇന്ന് കൊൽക്കത്തയിൽ അല്പം ഫ്ലാറ്റ് വിക്കറ്റാണ് അവിടെ ഒരുക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്ങനെയായിരിക്കും ഒരു ഡിസിഷൻ പോവുക? വെസ്റ്റ് ഇൻഡീസ് ചേസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം അവരുടെ ബാറ്റിംഗ് ശൈലി മാറാൻ പോകുന്നില്ല. അവർ ബാറ്റിംഗ് അവരുടെ ആ ടോപ്പ് ഓർഡർ തൊട്ട് എടുക്കുകയാണെങ്കിലും നല്ലൊരു സ്കോർ പടുത്തുയർത്താനുള്ള, പ്രത്യേകിച്ച് ഗെയിലിൻ്റെ ഒരു ദിവസമായി ഇന്ന് മാറ്റുകയാണെങ്കിൽ ഇന്ന് ഈഡൻ ഗാർഡൻസിൽ 200-ലധികം റൺസ് വെസ്റ്റ് ഇൻഡീസിന് നേടാൻ സാധിക്കും ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ. ചേസ് ചെയ്യുകയാണെങ്കിലും ഒരു നല്ല ടോട്ടലാണെങ്കിലും ഇന്നത്തെ ഒരു ബാറ്റിങ്ങിൻ്റെ ശൈലി വെച്ച് വെസ്റ്റ് ഇൻഡീസിന് അത് മറികടക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഇംഗ്ലണ്ട് ബോളേഴ്സ്, അവിടെയാണ് ഒരു കുറവ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആദിൽ റഷീദ് എന്നുള്ള ലെഗ് സ്പിന്നറുണ്ട്. നമുക്ക് വെസ്റ്റ് ഇൻഡീസ് എങ്ങനെയാണ് അദ്ദേഹത്തെ കളിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എഫക്റ്റീവായിട്ട് അദ്ദേഹം ബോൾ ചെയ്യുന്നു.
ഈ ടൂർണമെൻറ്റിലെല്ലാം തന്നെ. കൂടാതെ മൊയിൻ അലി എന്നുള്ള ബോളർ, സ്റ്റോക്സ് എന്നുള്ള ബോളർ, ഇവരെല്ലാം തന്നെ വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പക്ഷേ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പക്ഷേ ധാരാളം മതി. അതാണൊരു രണ്ട് ശൈലിയുള്ളത്. ഇന്നത്തെ ഒരു ഈഡൻ ഗാർഡൻസിലെ ആരാധകർ തീർച്ചയായിട്ടും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക വെസ്റ്റ് ഇൻഡീസിനാണ്. കാരണം അവരുടെ ആ ഒരു ശൈലീനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മളെല്ലാം തന്നെ ആരാധിക്കുന്നതും അല്ലെങ്കിൽ നല്ലൊരു വിജയത്തോടുകൂടി വെസ്റ്റ് ഇൻഡീസ് ലോക ക്രിക്കറ്റിലോട്ട് മടങ്ങി വരുന്ന ഒരു കാഴ്ച അത് ഏറെ സന്തോഷിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത് പറയേണ്ടത് ഇംഗ്ലണ്ടിൻ്റെ കാര്യം ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പുതിയ സൈഡാണ് വെസ്റ്റ് ഇൻഡീസ്, അതല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള താരങ്ങളാണ്. അവരുടെ പൂർവാധികം ഫീൽഡിങ് അതാണ് ഏറ്റവും നിർണായകമാകുന്നത്. എനിക്ക് തോന്നുന്നു സെമി ഫൈനലിൽ വളരെ ദയനീയമായിരുന്നു വെസ്റ്റ് ഇൻഡീസിൻ്റെ ഫീൽഡിങ്. ബ്രത്ത് വൈറ്റ് ആയാലും അവരുടെ ഫീൽഡിങ്ങിൻ്റെ ഒരു കുറവ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫൈനൽ മത്സരത്തിൽ അവർ കൂടുതൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു വിഷയമേ അല്ല. കാരണം ഏറ്റവും കൂടുതൽ ഡോട്ട് ബോളുകൾ ഉള്ള ടീം വെസ്റ്റ് ഇൻഡീസ് തന്നെയാണ്. പക്ഷേ അവർക്ക് സിംഗിളുകളൊന്നും വേണ്ട, അവർക്ക് 6ഉം 4ഉം മാത്രം. അല്ല, ഫീൽഡിങ്ങിന്റെ കാര്യത്തിൽ കൂടുതൽ മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ മുൻകാലങ്ങളിലേക്ക് നോക്കുമ്പോൾ ബ്രാവോ ഒക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ഫീൽഡറാണ്. ബ്രാവോ പക്ഷെ അതുപോലെയാണ് മറ്റുള്ള ഫീൽഡേഴ്സ് എന്നുള്ള നമുക്ക് വരുന്നില്ല. ഇപ്പോൾ സുലൈമാൻ ബെൻ ആയാലും അതുകൂടാതെ ബ്രത്ത് വൈറ്റ് ആയാലും ഇവരെ ഫീൽഡിൽ വളരെ അലസന്മാരായിരുന്നു. പൊതു സ്വഭാവമല്ലേ ശ്രീരംഗനാഥൻ? അവർ കളിയിലും കളിക്കളത്തിന് പുറത്തൊക്കെ ഇങ്ങനെ അലസന്മാരായി നടക്കുക. ശരിയാണ്. പക്ഷെ ഇംഗ്ലണ്ടായിട്ട് ഫൈനൽ കളിക്കുമ്പോൾ കൂടുതൽ ആ ഒരു കുറവും കൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന്റെ ടീമിന്റെ 100 മാർക്ക് നമുക്ക് കൊടുക്കാം. ഒരു കുറവായിട്ട് ഞാൻ പറയുന്നില്ല. അവര് സാധാരണ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല കോഹ്ലിനെ റൺഔട്ട് ആക്കുന്ന 2 ചാൻസ് കിട്ടുന്നു, റൺഔട്ട് നഷ്ടപ്പെടും. ഒരിക്കലും വെസ്റ്റ് ഇൻഡീസിന്റെ പ്രത്യേകിച്ച് ബ്രാവോനെ പോലെയുള്ളൊരു ഫീൽഡറിൻ്റെ അങ്ങനെ ഒരു പിഴവ് വരാൻ സാധ്യതയില്ല. ആ ഒരു കുറവ് പക്ഷേ എനിക്ക് തോന്നുന്നു ആ കുറവൊക്കെ ഇന്ന് വെസ്റ്റ് ഇൻഡീസ് ഫൈനലിൽ പരിഹരിക്കും. ഒരു കുറവായിട്ട് കാണുന്നില്ല. പക്ഷേ നമ്മൾ വെസ്റ്റ് ഇൻഡീസിനോട് സ്നേഹമുള്ളപ്പോൾ പോലും ഇംഗ്ലണ്ടിനെ അത്ര ഈസി ആയിട്ട് ഇംഗ്ലണ്ടിനെ ഒരിക്കലും ഇംഗ്ലണ്ട് മികച്ച ടീമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു യങ് സൈഡ്. അത് മാത്രമല്ല ഒരുപക്ഷെ ഭാവിയിലേക്കുള്ള ഒരു ടീം കൂടിയാണ് അവരിപ്പോൾ രൂപപ്പെടുത്തി വന്നുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ട്. വളരെ ക്ലിയർ ആണ്. കാരണം അവരിപ്പോൾ ഈ ഒരു ടൂർണമെന്റ് വേറെ പ്രതീക്ഷയില്ലായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ ടൂർണമെന്റ് ഫൈനൽ വന്നപ്പോൾ ആ താരങ്ങളുടെ എല്ലാം തന്നെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അതാണ് ആ ഇംഗ്ലണ്ട് ടീമിന്റെ ഒരു ഘടന. അവരിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇപ്പോൾ റൂട്ടിനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അവർ എക്സ്പീരിയൻസ്ഡ് ആണ്, നല്ല രീതിയിൽ ബാറ്റ് ചെയ്യും. അപ്പം ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന മോർഗന്റെ ഒരു നല്ല ഇന്നിങ്സ് ഇതുവരെ വന്നിട്ടില്ല. പ്രതീക്ഷയില്ലാത്ത ഇപ്പോൾ റോയിനെ മാതിരിയുള്ള പുതിയ താരങ്ങൾ, ഹെയിൽസിനെ മാതിരി പോലെയുള്ള ബട്ട്ലർ, ഇങ്ങനെയുള്ള താരങ്ങളുടെ ബാറ്റിംഗ് മികവ് വരുന്നു. ബോളിങ്ങിൽ അതുപോലെ ആദിൽ റഷീദ് എന്നുള്ള ലെഗ് സ്പിന്നർ, മൊയിൻ അലി, സ്റ്റോക്സ് ആയാലും ജോർഡൻ ആയാലും. പക്ഷേ ഈ ജോർദാനെ പോലുള്ളവർ ആ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ന്യൂസിലൻഡിനെതിരെ സ്റ്റോക്സിന്റെ ബോളിംഗ് മാറ്റി നിർത്തുന്നു എങ്കിൽ പോലും അല്ല, ആവറേജ് ആയിട്ട് അവരെല്ലാം തന്നെ നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ ഒരിക്കലും 2020 ക്രിക്കറ്റിൽ ഇപ്പൊ ഇന്ത്യയുടെ ബോളിംഗ് വിദഗ്ധന്മാരായിരുന്നു അശ്വിനും ജഡേജയും. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നതാണ്. ആ പ്രതീക്ഷയ്ക്കൊക്കെ വിപരീതമായിട്ടാണ് ബോൾ ചെയ്തത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ ബോളേഴ്സ്. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ബദ്രി ഒരിക്കലും ഒരു ലോക ക്രിക്കറ്റിൽ ബദ്രി എന്നുള്ള ഒരു ലെഗ് സ്പിന്നറിൻ്റെ ബോളിംഗ്, പക്ഷേ ഈ ലോകകപ്പിൽ ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്തതാണ് ന്യൂ ബോളാണ് അറിയുന്നത് സുലൈമാൻ ബെൻ. ഇത്ര വെറ്ററനായിട്ടുള്ളൊരു ക്രിക്കറ്റർ, അദ്ദേഹം വന്ന് ബോൾ ചെയ്ത ശൈലി, ഇതെല്ലാം സ്പിന്നേഴ്സാണ്. ആ ഏറ്റവും ഫ്ലാറ്റായിട്ടുള്ള പിച്ചിലും ഇവർ മികച്ചതായിട്ട് പന്തെറിയുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ. ഇപ്പോൾ ആദിൽ റഷീദും അതുപോലെ തന്നെ മൊയിൻ അലിയും 2 സ്പിന്നേഴ്സ് ആവറേജ് ആയിട്ട് നല്ല രീതിയിലാണ്. അവരുടെ ആ ബോളിംഗ് എക്കണോമി റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെയാണ് നമ്മളൊരു മികച്ചതെന്ന് പറയുന്നത്. 2020 ക്രിക്കറ്റിൽ 4 ഓവർ റണ്ണ് വഴങ്ങാതെ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബോളറാണ്. വിക്കറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെയാണ് ഒരു ബോളറിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത്. റൺസ് കട്ട് ചെയ്ത് കണ്ടെയ്ൻ ചെയ്ത് ഡോട്ട് ബോൾ കൂടുതൽ എറിയുക. 24 പന്തിൽ 20 പന്ത് ഡോട്ട് ബോൾ എറിയുകയാണെങ്കിൽ മികച്ച ബോളർ തന്നെ. തീർച്ചയായിട്ടും. സുധേഷ്, ഇവിടെ മറ്റു ഒരു കാര്യം കൂടി എടുക്കാനുണ്ട്. അതായത് ഇന്ത്യക്കെതിരായ സെമി ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസ് ചില കാര്യങ്ങൾ തെളിയിച്ചു. ക്രിസ് ഗെയിൽ മാത്രമല്ല അവരുടെ ടീം എന്നുള്ളത്. ഗെയിലും സാമുവൽസും ഔട്ടായതിനു ശേഷമുള്ള അവരുടെ ബാറ്റിംഗ് നമ്മൾ കണ്ടത്. നേരത്തെ രംഗാ സാർ പറഞ്ഞ പോലെ ആന്ദ്രെ റസലിന്റെ ആ 20 പന്തുകളിലെ 43, ഒപ്പം തന്നെ സിമ്മൺസിന്റെ 82. ഇനി വരാൻ കിടപ്പുണ്ട്. രാംദിനെ പോലുള്ളവർ ബാറ്റ് ചെയ്തിട്ടില്ല. ബ്രാത്ത് വൈറ്റിനെ പോലുള്ളവരുണ്ട്. സമി ഇതുവരെ 6 പന്തുകളാണ് എറിഞ്ഞതും 12 പന്തുകൾ മാത്രമാണ് നേരിടുകയും ചെയ്തിട്ടുള്ളത്. പിന്നെ ഡ്വൈൻ ബ്രാവോ ഉണ്ട്. അതെ, തീർച്ചയായും വെസ്റ്റ് ഇൻഡീസിന്റെ മുൻനിര ബാറ്റ്സ്മാൻമാർ മറ്റുള്ളവർക്ക് അവസരം കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കളിയിൽ തന്നെ കണ്ടതാണ്. നമ്മൾ പറയുന്നു ഗെയിൽ നഷ്ടമായി, പിന്നീട് സിമ്മൺസ് കളിക്കുന്നത് നമ്മൾ കണ്ടു, ചാൾസിന്റെ കളി കണ്ടു. പിന്നീട് മനു പറഞ്ഞതുപോലെ വരാനുള്ളത് ബ്രാവോ, രാംദിൻ, സമിയെ പോലുള്ള ബ്രത്ത് വൈറ്റ്, 4 പേർ വരാനിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ വിജയം 2 വിക്കറ്റ് പോലും അധികം നേടിയാൽ പോലും ഇന്ത്യക്ക് ഒരു ജയത്തിനടുത്തെത്താൻ കഴിയുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഗെയിലിനെ കുറിച്ചായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഗെയിൽ എന്ന പേര് വളരെ കുറച്ചേ വരുന്നതാണ്. പക്ഷേ
നേരത്തെ മനു പറഞ്ഞ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ ഈ ഈഡൻ ഗാർഡനിലെ ഗ്രൗണ്ടിൽ 60 റണ്ണിന് മുകളിലാണ് ഗെയിലിന്റെ ആവറേജ്. പല മത്സരങ്ങളിലും ഗെയിലിനെ നമ്മൾ ഒരിക്കലും എഴുതിത്തള്ളുന്നില്ല, കാരണം ഏത് നിമിഷവും എന്തും ചെയ്യാൻ കഴിവുള്ള താരമാണ്. പക്ഷേ നമ്മൾ ഗെയിലിന് അപ്പുറത്തേക്ക് വിൻഡീസ് ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തെളിയിച്ചു. അതൊരു ടീമിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ കാര്യം. ഇവിടെ പറഞ്ഞതുപോലെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിന്റെ തിരിച്ചുവരവ് എന്ന വാക്ക് അന്വർത്ഥമാവണമെങ്കിൽ ഇതുപോലെ മറ്റു താരങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടെ കളിക്കുകയും അവരെല്ലാം ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ തിളങ്ങുകയും വേണം. അവിടെ ഒരു ഗെയിൽ വിഷയമല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഗെയിൽ എന്ന താരത്തെ തന്നെ ആയിരിക്കണം ഇംഗ്ലണ്ട് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ കുറേ കൂടി വ്യക്തമായ പ്ലാനും പദ്ധതികളെല്ലാം തയ്യാറാക്കാൻ സാധിക്കും എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഇല്ലെങ്കിൽ ഇന്ത്യക്ക് പറ്റിയതുപോലെ ഇന്ത്യ ഗെയിലിനെ കൊടുക്കാൻ വേണ്ടി ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കി മറ്റുള്ളവരെ കണക്കിലെടുത്തു. തീർച്ചയായും കളി ആ രീതിയിൽ കാണുകയല്ല. എങ്കിൽ പോലും ഗെയിൽ എന്ന നമ്മൾ കളി കാണുന്നവർക്ക് പോലും നമുക്കറിയാം സിമൺസിനെ പോലുള്ളവർ ബാറ്റ് ചെയ്ത് യാഥാർത്ഥ്യം തന്നെ. എന്നാൽ ഗെയിലിൻ്റെ കളിയുടെ ഒരു ആവേശവും സൗന്ദര്യവും അത് വളരെ വ്യത്യസ്തം തന്നെയാണ്. അപ്പോൾ അത് ഇംഗ്ലണ്ട് ഭയപ്പെടുന്നുണ്ട്. അത് തന്നെയായിരിക്കും ഇന്ന് സംഭവിക്കാൻ സാധ്യത. ഗെയിലിന് ഏറെ പ്രിയപ്പെട്ട ഗ്രൗണ്ടാണ്, കണക്കുകളുടെ കളികൾ പറയുന്നു. പിന്നെ ഇന്നും ചേസ് തന്നെ ആയിരിക്കണം പലരും ലക്ഷ്യമിടുന്നത്. ടോസ് നേടുകയാണെങ്കിൽ കഴിഞ്ഞ കളിയിൽ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചതുപോലുള്ള ഒരവസ്ഥ തന്നെയായിരിക്കും സമി ഇന്നും നേരിടുക. അതുകൂടെ നിർണായകമാണ്. ചേസ് ചെയ്യാൻ തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ വെസ്റ്റ് ഇൻഡീസിന് രണ്ടായാലും വിഷയമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ പോലും ചേസ് ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യപ്പെടുക. തീർച്ചയായിട്ടും ശ്രീ രംഗനാഥൻ, ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. വെസ്റ്റ് ഇൻഡീസ് ഈ ഫൈനൽ വരെ എത്തിയ കാര്യം, ഈ കളി തുടങ്ങുന്നതിന്, ലോകകപ്പ് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപുള്ള ചില അവസ്ഥകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു പോകേണ്ടത്. വേദന തർക്കം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു തട്ടിക്കൂട്ടി ടീം ഉണ്ടാക്കുന്നു, കിറോൺ പൊള്ളാർഡും സുനിൽ നരൈനും മാറി നിൽക്കുന്നു, ടെസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഡാരൻ ബ്രാവോ മാറി നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ ഇന്ന് വന്ന് ഈ ടീം ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിവിധ ദ്വീപുകാരായ കളിക്കാരെ ഒരുമിച്ച് നിർത്തുന്നതിൽ സമി എന്ന ക്യാപ്റ്റൻ വലിയ തന്ത്രജ്ഞനൊന്നും ആയിരിക്കില്ല, പക്ഷേ അദ്ദേഹം പുലർത്തിയ ഒരു ടീം ആൻഡ് സ്പിരിറ്റ്, അതിന് എത്രമാത്രം നമ്മൾ വിലമതിക്കണം? 100%. അവിടെയാണ് ആ ഒരു ടീമിൻ്റെ ഒരു ഘടന തന്നെ മാറ്റിയത് ഈ സാമിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. ഇതിനു മുമ്പ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഏറ്റവും ഒരു പതനത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞത് ഹോൾഡർ എന്നുള്ളൊരു ക്യാപ്റ്റൻ വന്നു. ഇന്ന് ഹോൾഡർ ടീമിലേ ഇല്ല. അതാണ് ഒരു മാറ്റം. പക്ഷെ ആ ഒരു ടീമിനെ ഇത്ര മോശമായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് പരമ്പര മതിയാക്കി പോയ ഒരു ടീം, അതിനുശേഷം ധാരാളങ്ങൾ വിവാദം ഉണ്ടാക്കിയ ഒരു ടീം, എല്ലാ രീതിയിലും പൈസയുടെ കാര്യത്തിലായാലും ബോർഡായിട്ട്, അതായത് വെസ്റ്റ് ഇന്ത്യൻ കൺട്രോൾ ബോർഡായിട്ട് ഏറ്റവും നിരന്തരം പ്രശ്നമുണ്ടായ പ്ലേയേഴ്സ്, ലോകകപ്പിന് മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് ഒരു ക്യാപ്റ്റൻ്റെ പങ്ക്. അദ്ദേഹം ആ ടീമിനെ എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഒരു രീതിയിലും ഒരു പ്രശ്നവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവർ കളി ജയിച്ചിട്ട് ഡാൻസ് ചെയ്തിട്ട് ഒരുമിച്ച് പോകും, അല്ലെങ്കിൽ ആ പ്ലേയേഴ്സിൻ്റെ ആ ഡഗ്ഔട്ടിലുള്ള ഫീലിംഗ്. അപ്പം ആ ഒരു രീതിയിൽ ഒരു ടീമിനെ പൂർണ്ണമായിട്ടും കൊണ്ടുപോകണമെങ്കിൽ അത് ക്യാപ്റ്റൻ്റെ ഒരു കഴിവാണ്. അവിടെയാണ് സാമി എന്നുള്ള ക്യാപ്റ്റൻ. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സാമി ഇന്ന് ടീമിൽ കാണൂല. പക്ഷേ ആ ക്യാപ്റ്റൻ്റെ റോള് എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ഈ സെമി ഫൈനൽ മത്സരം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 5 ഓവർ എറിഞ്ഞ 5 ബോളേഴ്സാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ. നമ്മളത് പറയാതെ പോകാൻ കാര്യമില്ല. ക്യാപ്റ്റൻ്റെ ഒരു മികവാണത്. കാരണം ആദ്യം 5 ഓവർ, സാധാരണ ഒരു ബോളർ 2 ഓവറെങ്കിലും എറിയും. ഇത് തുടർച്ചയായിട്ട് ഓരോ ബോളേഴ്സിനും ഓരോ ഓവർ കൊടുത്ത് ആ ടീമിൻ്റെ നമ്മുടെ തന്നെ ഒരു ശൈലി നോക്കുകയാണെങ്കിൽ 2020 ക്രിക്കറ്റിൽ തന്നെ അത്ഭുതപ്പെടുത്തി. ആ രീതിയിലുള്ള പല മാറ്റങ്ങളും. ഇല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ ഇപ്പോൾ റസലിനെ പ്രൊമോട്ട് ചെയ്ത് അയക്കുന്നു. ബ്രാവോ ഉണ്ട് അവിടെ, പക്ഷേ റസലിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പല രീതിയിൽ ഇപ്പോൾ 2 സ്പിന്നേഴ്സിനെ എങ്ങനെ വിനിയോഗിച്ചു, ബദ്രിയും സുലൈമാൻ ബെന്നും. അതുകൂടാതെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഫ്ലച്ചറിനെ ടീമിലെടുക്കുന്നു. ഫ്ലച്ചർ പരിക്ക് മൂലം മാറി നിന്നപ്പോൾ സിമൺസ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, പക്ഷേ കളിച്ചത് ഫ്ലച്ചറാണ്. ആ ഫ്ലച്ചർ ഏറ്റവും മികച്ചൊരു ഇന്നിങ്സ് നമുക്ക് ഈ ലോകകപ്പിൽ കാണാൻ സാധിച്ചു. ഫ്ലച്ചറിന് പകരക്കാരനായിട്ട് പരിക്ക് മൂലം ഫ്ലച്ചർ മാറിയപ്പോൾ സിമൺസിനെ ടീമിൽ കൊണ്ടിരുന്നു. അവിടെ ടീമിൽ തൻ്റെ സ്ഥാനം ഷുവർ അല്ല എന്ന് പല പ്ലേയേഴ്സിനും മനസ്സിലാക്കി തുടങ്ങി. അവരുടെ ആ റോള്, ഒരു കളിക്കാരൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു സാമി എന്നുള്ളൊരു ക്യാപ്റ്റൻ്റെ ഒരു മികവാണ്. ഓരോരുത്തരുടെയും അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുക. ബോളറാണെങ്കിൽ ബോളറിൻ്റെ കാര്യത്തിലായാലും, ഓൾറൗണ്ടേഴ്സ് അവരുടെ റോള്, ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ബാറ്റ്സ്മാൻമാർ. ഇപ്പോൾ ക്രിസ് ഗെയിൽ ഇല്ലെങ്കിൽ ടീം വിജയിക്കുന്നു. അവിടെയാണ് നമ്മളേറെ ചർച്ച ചെയ്യുന്നത്. വെസ്റ്റ് ഇൻഡീസ് എന്നുള്ള ഗെയിലിനെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ക്രിസ് ഗെയിൽ ഇല്ലെങ്കിലും ഇപ്പോൾ സാമുവൽസ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. സാമുവൽസും ഗെയിലും ഇന്ത്യക്കെതിരെ ആദ്യമേ ഔട്ടായി, പക്ഷേ ടീം 190 ചേസ് ചെയ്ത് ജയിച്ചു. അത് ചാൾസ് എന്നുള്ള പുതിയ പ്ലെയർ, അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഉള്ള പറയാലോ, ഇങ്ങനെ ഒരു പ്ലെയർ വെസ്റ്റ് ഇൻഡീസിന് ഉണ്ടോയെന്നാണ്. പിന്നീട് വന്ന എല്ലാ രീതിയിലും സിമൺസിൻ്റെ ബാറ്റിംഗ് മികവ്, റസലിൻ്റെ ബാറ്റിംഗ് മികവ്, അപ്പോൾ അവരൊരു കരുത്തരായ ടീമായിട്ട് മാറിയിരിക്കുന്നു. അതിന് 100 മാർക്കും സാമിക്ക് കൊടുക്കണം.
തീർച്ചയായിട്ടും സുധേഷ്, നമ്മൾ സമയുടെ കാര്യം പറയുമ്പോൾ തന്നെ അതേ അവസ്ഥയുണ്ട്. അപ്പുറേ ഒയിൻ മോർഗൻ വളരെ മികച്ച രീതിയിൽ തൻ്റെ പരിചയസമ്പന്നരല്ലാത്ത ആ യുവ നിരയെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിലും അവർക്ക് ആത്മവിശ്വാസം പകരുന്നതിലും ഒയിൻ മോർഗൻ എന്ന ക്രിക്കറ്ററും എന്ന ക്യാപ്റ്റനും വളരെ മികച്ച രീതിയിൽ വിജയിച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ചും തൻ്റെ ശരാശരിക്കാരായ ബൗളർമാരെ ഉപയോഗിക്കുന്ന രീതിയിലും അദ്ദേഹം മികച്ചു നിൽക്കുന്നു. നേരത്തെ നമ്മൾ ന്യൂസിലൻഡിനെതിരെ കണ്ടതാണ് ബെൻ സ്റ്റോക്സിന് ആ ഓവർ കൊടുത്തതും അത് ഏത് രീതിയിൽ ആ ഓവർ എറിയണമെന്ന് നിർദ്ദേശിക്കുന്നതൊക്കെ മോർഗൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഒരു മെച്ചപ്പെട്ട ഉദാഹരണമായിരുന്നു ന്യൂസിലൻഡിനെതിരായ സെമിഫൈനലിലെ ജയം. തീർച്ചയായും ഇവിടെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട രണ്ട് ടീമുകളാണ് വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും. നമുക്കറിയാം ഒരുപാട് വികൃതി പയ്യന്മാരുള്ള ഒരു ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. ആ ടീമിനെ കൈകാര്യം ചെയ്യേണ്ട രീതി ഏതാണോ അതിന് പറ്റിയ ഒരാളാണ് സമി എന്ന് പറയണം. ഇവിടെ പറയണം അദ്ദേഹം അതിലെ മുതിർന്ന താരങ്ങൾ എന്നും പ്രശ്നക്കാരായ താരങ്ങളുമായി അടുത്ത സൗഹൃദമാണ്. നമ്മൾ കാണുന്ന എപ്പോഴും ഈ താരങ്ങളെ ബ്രാവോ, ഗെയിൽ, സമി ഈ മൂന്ന് താരങ്ങളെ കേന്ദ്രീകരിച്ച് അവരുടെ ഒരു സൗഹൃദമാണ് മൊത്തത്തിൽ വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ ഒരു ആവേശമെന്ന് കാണുന്നു. നമ്മൾ ഈ ഡാൻസ് ചെയ്യുമ്പോഴും ഇവർ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോഴും ഈ മൂന്ന് പേരുമാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ കാണുന്നു. നേരെ മറിച്ച് ഇന്ത്യയെ പോലുള്ള ടീമോ വേറെ ടീമോ ആകുമ്പോൾ അതിലെ യുവ താരങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ മുന്നോട്ട് വരിക. ക്യാപ്റ്റൻ കുറേ കൂടെ പക്വത കാണിക്കുമെന്ന് നമ്മൾ കരുതുന്നു. അല്ല, ഈ വെസ്റ്റ് ഇൻഡീസ് ടീമിന് അങ്ങനെ ഒരു ക്യാപ്റ്റനെ അല്ല വേണ്ടത്. അപ്പോൾ ആ ക്യാപ്റ്റനാണ് സമി. ഇവരെ ഒന്നിച്ചു നിർത്താൻ സാധിക്കുന്നു. ഇവിടെ പൊള്ളാടും മറ്റും ഇല്ലാതെ പോയത് അതുകൊണ്ടാണ്, ഈ കൂട്ടായ്മയിലേക്ക് ചേരാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് നല്ലതല്ല, ഗുണകരമല്ല എങ്കിൽ പോലും അതെ ഗുണകരമല്ല എങ്കിൽ പോലും അതാണ് അതിൻ്റെ കാരണം. മറുപക്ഷത്ത് മോർഗൻ്റെ കാര്യത്തിൽ വളരെ അദ്ദേഹത്തിന് കിട്ടിയത് കുറച്ചുകൂടെ നമ്മൾ കാണാൻ ആ ഒരു രീതിയിൽ ഇംഗ്ലീഷ് ശൈലിയിലുള്ള ഒരു കുറേ താരങ്ങൾ അവിടെ തന്ത്രങ്ങൾ എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ ഒന്നിച്ചു നിർത്തേണ്ട വിഷയമല്ല. വെസ്റ്റ് ഇൻഡീസിൻ്റെ നല്ല നാച്ചുറലായ കളിക്കാർ അവർ കളിച്ചോളും, അവരെ കളിപ്പിച്ചാൽ മതി, ഒന്നിച്ചു നിർത്തിയാൽ മതി. നേരെ മറുപക്ഷത്ത് വ്യക്തമായ എങ്ങനെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു, കളിക്കാരെ നിയന്ത്രിക്കുക എന്നുള്ളത് അവിടെ വലിയ ഘടകമായി മാറുന്നില്ല. വ്യക്തമായ രീതിയിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, ആ രീതിയിൽ മോർഗൻ വിജയിച്ചു. ഇവിടെ പറഞ്ഞ പോലെ സമിയെ പോലെ തന്നെ പരാജയപ്പെട്ട ഒരു മത്സരത്തിലും നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കാതിരുന്ന, അല്ലെങ്കിൽ ഒരു നല്ല ഇന്നിങ്സ് പോലും കളിക്കാൻ സാധിക്കാതിരുന്ന ഒരു ബാറ്റ്സ്മാനാണ് മോർഗൻ. അദ്ദേഹം നേരത്തെ ഈ ലോകകപ്പിന് മുമ്പ് വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ അത് സാധിച്ചില്ലെങ്കിൽ പോലും ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള മികവ് കൊണ്ട് അത് മറികടക്കുന്നു. അതൊരു ചർച്ചയാവുന്നില്ല. മോർഗൻ്റെ പ്രകടനം ഇവിടെ ഒരു ചർച്ചയാവുന്നില്ല. മനു പറഞ്ഞതുപോലെ സ്റ്റോക്സിനെയും മറ്റും ഉപയോഗിച്ച രീതി, അദ്ദേഹത്തിന് തൻ്റെ ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് അധികം ടെൻഷൻ അടിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഓപ്പണിംഗിൽ തന്നെ അവർ തുടങ്ങുകയാണ്. ഇപ്പോൾ ഹെയിൽസും ജാസൺ റോയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിട്ട് തന്നെ മികച്ച രീതിയിലാണ്. നമ്മൾ പറയുന്നു ഇന്ത്യൻ താരം ഇന്ത്യ ബാറ്റിങ്ങിൽ വളരെ സ്ട്രോങ് ആണെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് എത്രത്തോളം പരീക്ഷണങ്ങൾ നടത്തേണ്ടി വന്നു, എന്തൊക്കെ പിഴവുകൾ വന്നു എന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇംഗ്ലണ്ടിന് ആ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയില്ല. ബൗളർമാരെ ഉപയോഗിക്കുന്നതിലും ഫീൽഡിംഗ് നിയന്ത്രിക്കുന്നതിലും മാത്രമാണ് അദ്ദേഹത്തിന് ഗൗരവത്തിൽ ഇടപെടേണ്ടി വരുന്നത്. ആ ഒരു ആനുകൂല്യം അദ്ദേഹത്തിനുണ്ട്. വലിയ തലവേദനയില്ലാതെ തൻ്റെ ജോലി ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ഗുണം മോർഗനുണ്ട്. ഇന്ന് ആ തന്ത്രങ്ങളാണോ വിജയിക്കുക, വെസ്റ്റ് ഇൻഡീസിൻ്റെ ആവേശമാണോ വിജയിക്കുക എന്ന് മാത്രമാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും എത്താം. ശ്രീ രംഗനാഥൻ, ഈ കളിക്കും കളിക്കളത്തിനും അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളിൽ കൂടി കണക്കുകൾ പറയാറുണ്ട്. അതായത് ഇംഗ്ലണ്ടിനും വെസ്റ്റ് ഇൻഡീസിനും അവരുടെ നഷ്ടപ്പെട്ടു പോയ ആരാധകരെ ഗാലറിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്തായാലും ഈ ഫൈനൽ സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പണ്ടുകാലത്ത് അവരുടെ സുവർണ്ണ നിര കളിച്ചിരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗാലറി നിറഞ്ഞ ഒരു കൈയിൽ ബീറും മറുകൈയിൽ കലിപ്സോ സംഗീതവുമായി ഉള്ള വെസ്റ്റ് ഇൻഡീസ് ആരാധകരെ. മറുവശത്ത് ശാന്തരായിരുന്ന് വെയിൽ കാഞ്ഞ് കളി കാണുന്ന കൺവെൻഷനായ ഇംഗ്ലീഷ് ആരാധകരും. അവരൊക്കെ ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു ഈ രണ്ട് ടീമിനും. അവർക്ക് കൂടുതൽ ആരാധക പിന്തുണയും ക്രിക്കറ്റിലേക്ക് ഈ ഇരു രാജ്യങ്ങളിലും ക്രിക്കറ്റിൻ്റെ കൂടുതൽ വ്യാപനം, പ്രത്യേകിച്ചും വെസ്റ്റ് ഇൻഡീസിൽ. കാരണം അവിടെ എല്ലാവരും ബേസ്ബോളും ബാസ്കറ്റ്ബോളും കളിക്കാനായി അമേരിക്കയിലേക്ക് കുടിയേറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ലോകകപ്പിൻ്റെ ഫൈനലൊക്കെ വെസ്റ്റ് ഇൻഡീസ്. മാത്രമല്ല അണ്ടർ-19 ലോകകപ്പ് ജയിച്ചിട്ടാണ് അവരുടെ യുവനിരയും പോയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുടെ ഒരു കാലമാണ്. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിന്റെ കാര്യത്തിലാണെങ്കിൽ വിമൻസ് ടീം ഇപ്പോൾ ഫൈനലുണ്ട്. അപ്പോൾ അത് നമുക്ക് പറയാതിരിക്കുന്ന കാര്യമില്ല. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ നിലവാരം നമുക്ക് കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ ആരാധകർ അവർക്ക് ആ ഒരു രീതിയിൽ ഒരു വിജയം, അതായത് പല നിയമങ്ങളും വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ട് വന്നു. അതായത് അന്ന് ഫാസ്റ്റ് ബോളേഴ്സിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് 80 പോകേണ്ടി വരും. ദേവദാസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വ്യക്തത ഈ കാര്യത്തിൽ വന്നതിന്. കാരണം അന്നൊക്കെ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേസ് ബാറ്ററിയാണ്. ഇപ്പോൾ റോബർട്ട്സ്, ഹോൾഡിംഗ്, മാർഷൽ, ഗാർണർ, ക്രോഫ്റ്റ്, ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അന്നൊക്കെ അവരുടെ ആ ഒരു റണ്ണപ്പും അല്ലെങ്കിൽ ആ ഫാസ്റ്റ് ബോളിംഗ് മികവും. പക്ഷെ ഇന്ന് ബൗൺസറിന് റെസ്ട്രിക്ഷൻ വന്നു. ICC പല പുതിയ നിയമങ്ങളും കൊണ്ടുവന്നു. പക്ഷേ ആ നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിന്റെ ഒരു കയ്യിലിരിപ്പ് കൂടിയില്ല. കാരണം അവർ കളിക്കാരെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു രീതിയും, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിന് വെസ്റ്റ് ഇൻഡീസ് പോയ കാര്യം അറിയാലോ, ജാസൺ ഹോൾഡറോ അങ്ങനെ ഏതോ ഒരാളെ ക്യാപ്റ്റനാക്കി കൊണ്ടുപോകുന്നു. അവിടെ പോയിട്ട് സ്കൂൾ കുട്ടികളെ പോലെയാണ് ഓസ്ട്രേലിയ അടിച്ച് നിരത്തിക്കളഞ്ഞത്. എല്ലാ ഇന്നിംഗ്സിലും 500 റൺസിന് മേലെ സ്കോർ ചെയ്യുന്ന ഒരു അവസ്ഥ. ആ വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് ഈ 2020 വരുമ്പോൾ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ആ ബോർഡ് കൂടി കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കണ്ടേ? അല്ല, അതൊരു പേയ്മെന്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രൊഫഷണൽ ഇപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റം
അവർ പലപ്പോഴും പ്ലെയേഴ്സ് അസോസിയേഷൻ ഭയങ്കര സ്ട്രോങ് ആണ് അവിടെ. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ബോർഡിനെതിരെ പ്ലെയേഴ്സ് അസോസിയേഷൻ പല നിബന്ധനകളും വെച്ചു. അതിന് വെസ്റ്റ് ഇൻഡീസ് ബോർഡ് വഴങ്ങാതിരുന്നപ്പോഴാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഉസൈൻ ബോൾട്ട് വെസ്റ്റ് ഇൻഡീനാണ്. അപ്പോൾ ലോകത്ത് അത്ലറ്റിക്സിൻ്റെ ഒരു ഈറ്റിലമായിട്ട് ജമൈക്ക. അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, പല ഐലൻഡ്സ് ചേർന്നതാണ്. അപ്പോൾ അവർ തമ്മിൽ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ലീവാർഡ് ഐലൻഡ്സ് ആയാലും ജമൈക്ക ആയാലും ഗയാന ആയാലും ഇവരെല്ലാം തമ്മിൽ അത് ക്രിക്കറ്റിലും എഫക്റ്റ് ചെയ്തു. അപ്പോൾ ക്രിക്കറ്റിൽ വന്നപ്പോഴത്തേക്കും ആരാണ് കൂടുതൽ ആധിപത്യം പുലർത്തുക എന്നുള്ള രീതിയിൽ വന്നു. ICCയുടെ ഫണ്ടിങ് അല്ലെങ്കിൽ ബോർഡിൻ്റെ കിട്ടുന്ന പൈസ എങ്ങനെ വിനിയോഗിക്കുക, എവിടെയാണ് കൂടുതൽ. ഒരിക്കൽ ഒരു പരമ്പര പോയപ്പോൾ പിച്ചില്ല, അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വെസ്റ്റ് ഇൻഡീസിൽ വന്നു. അപ്പോൾ ആരാധകർ വെസ്റ്റ് ഇൻഡീസിൽ എന്നും എനിക്ക് തോന്നുന്നു 2007 ലോകകപ്പ് നടത്തിയപ്പോൾ തുടങ്ങിയതാണ് വെസ്റ്റ് ഇൻഡീസിന്റെ കഷ്ടകാലം. അത് ഒരുപാട് പൈസ മുടക്കി സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു, പക്ഷേ പ്രതീക്ഷിച്ച രീതിയിൽ ആ ലോകകപ്പ് വിജയിച്ചില്ല, വലിയ പരാജയമായി. അതെ, അവിടെയാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പല രീതിയിലും മിസ്മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബോർഡിൻ്റെ പല രീതിയിലുള്ള പ്ലെയേഴ്സുമായിട്ടുള്ള പൊരുത്തക്കേട്. അപ്പോൾ പ്ലെയേഴ്സ് എല്ലാം പ്രൊഫഷണൽസാണ്. അവർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ചുരുക്കമാണ്. അവരെല്ലാം ബിഗ് ബാഷും അല്ലെങ്കിൽ പല ഇപ്പോൾ IPL ഉൾപ്പെടെ അല്ലെങ്കിൽ പല രീതിയിലും വെളിയിലാണ് കളിക്കുന്നത്. അവരുടെ കരീബിയൻ പ്രീമിയർ ലീഗ് വലിയ വിജയമായിരുന്നു. അതെ, അതാണ് മാറ്റം. അതെന്താ ആ പ്ലെയേഴ്സ് എല്ലാം ഒരുമിച്ച് വന്നത് അപ്പോഴാണ്. മറ്റുള്ളത് ഇപ്പോൾ പ്ലെയേഴ്സിന് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൽ കളിക്കുന്നതും അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ യുവതിരയ്ക്ക് കളിക്കാൻ ഈ താരങ്ങൾക്കെതിരെ കളിക്കുക വളരെ റയർ സാഹചര്യമാണ്. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഈ വെസ്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് വന്നു, പഴയ രീതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അത് ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി മുൻ താരങ്ങൾ ഇപ്പോൾ വിവിയൻ റിച്ചർഡ്സും ക്ലൈവ് ലോർഡ് ഇവരൊന്നും മുന്നിലോട്ട് വന്നിട്ടില്ല. വെസ്റ്റ് ഇൻഡീസിൻ്റെ പല പഴയ താരങ്ങളും ബാക്കൗട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ബോർഡ് നോക്കുകയാണെങ്കിലും പ്ലെയേഴ്സിൻ്റെ സാന്നിധ്യമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിൽ വെസ്റ്റ് ഇൻഡീസ് ബോർഡ് വീണ്ടും ഒരു റിവോക്കിലോട്ട് ഇപ്പോൾ ഈ മാറ്റങ്ങൾ വരണം, അല്ലെങ്കിൽ പല മുതിർന്ന താരങ്ങൾ പഴയ താരങ്ങൾ വരണം, ഇനി ക്രിക്കറ്റിനെ ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പറ്റിയ സമയമാണ്. കാരണം വിമൻസ് ടീം, ജൂനിയർ അണ്ടർ 19 വെസ്റ്റ് ഇൻഡീസ് ചാമ്പ്യൻസ്, ഇതിപ്പോൾ സീനിയേഴ്സും അതേപോലെ വന്നിരിക്കുന്നു. 3 കാറ്റഗറിയിൽ ഒരു ടീം ലോകകപ്പ് ഫൈനൽസ് കളിക്കുകയും ഇനിയിപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഇപ്പോൾ 2 ടീമും കൂടെ വിമൻസും അല്ലെങ്കിൽ മെൻസും കൂടെ നേടുകയാണെങ്കിൽ 3 കാറ്റഗറിയിൽ ലോക ചാമ്പ്യൻസാണ്. ഇതിൽ കുറവ് എന്താ? അത് ഇത്ര ചെറിയ രാജ്യം. അതൊന്ന്. പിന്നെ രണ്ടാമത്, മാറ്റങ്ങളുടെ കാര്യത്തിൽ പ്ലെയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും കുറച്ച് ഡിസിപ്ലിൻ്റെ കാര്യത്തിലും മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കിറോൺ പൊള്ളാഡിൻ്റെ ഒക്കെ കാര്യം സുനിൽ വളരെ വ്യക്തമാണത്. തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രീ ദേവദാസ് കൂടി നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ദേവദാസ്, ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു സാധ്യതകൾ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്ന് ഒന്നുമില്ല, എന്താ പറയാ, ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവരെ ഫസ്റ്റ് 6 overs വിൽ ഡിറ്റർമിൻ. നമ്മൾ ഈ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് എല്ലാം പറയുന്നത് മിഡിൽ ഓവേഴ്സാണ് ഡിറ്റർമിൻ ചെയ്യുക, അത് തന്നെയാണ് ഡിറ്റർമിൻ ചെയ്തത്. പക്ഷെ ഇത് ഫസ്റ്റ് 6 overs ഒന്നിക്കൽ ഗെയിൽ സ്റ്റോം അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോം എന്ന് പറയും, എന്താ പറയാ, അലക്സിൽ. ഇന്നെന്ന് പറഞ്ഞാൽ എന്താ പറയാ, അവര് സൗത്ത് ആഫ്രിക്കയായിട്ട് 2.3 overs 48 റൺസ് സ്കോർ ചെയ്തു. ന്യൂസിലാൻഡായിട്ട് സ്കോർ ചെയ്തത് 82 സ്കോർ ചെയ്തു ഓപ്പണേഴ്സ്, ഈ ജെയ്സൺ റോയും അലക്സേഴ്സും. അപ്പോ ഒന്ന് ഗെയിലിന്റെ ഹിറ്റിങ്, ജോൺസൺ ചാൾസിന്റെ ഹിറ്റിങ്, എന്നിട്ട് അവസാനത്തെ 2 over. അപ്പൊ പൂരം തന്നെ ഈ അടീന്റെ. അപ്പോ ഈ ഡിഫറൻസും ഈ വെസ്റ്റ് ഇൻഡീസിന്റെ ഈ നോ ബോൾസ് എല്ലാം ഡീൽ ചെയ്യുക. പക്ഷെ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ 1% ആരാണ് കളിന്റെ ചില ക്രൂഷ്യൽ ഓവേഴ്സ് സീസ് ചെയ്യുന്നത് അവരാണ് ചെയ്തത്. ഇതിലൊരു ഡിഫറൻസും ഇല്ല ടീമായിട്ട് വലിയൊരു. പക്ഷേ ഇന്നലെ ഒരു 40 കൊല്ലം മുമ്പത്തെ കമന്റ്സ് ഉണ്ട്, ഒരു 76 കമന്റ് തന്നെയാണ് ഇപ്പവും ഓരോ ഹോണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഇന്നലെ ഒരു മാർക്ക് നിക്ലോസ് ഉണ്ട്, ഈ ക്രിക്കറ്റ് ഫുട്ബോൾ ഒരു ഇത് തന്നെ ക്രിക്കറ്റിൽ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഈ വെസ്റ്റ് ഇൻഡീൻസിന് ബ്രെയിൻ ഒന്നുമില്ല, തലയിലൊന്നുമില്ല, പക്ഷെ IPL ഹിസ്റ്ററി കൊണ്ടാണ് ഈ ഫൈനലിലെത്തിയത്. അത് സ്വാമിക്കും പിടിച്ചില്ല, ആർക്കും പിടിച്ചില്ല. അവര് പറഞ്ഞു ഇവർ എപ്പോഴും ഇങ്ങനെയാണ്. അതൊരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞത് എന്താ പറയാ, 40 കൊല്ലം മുമ്പ് ടോണി ഗ്രേഗ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ഭയങ്കര ഒരു സീരീസ് ഇംഗ്ലണ്ടിൽ നടക്കുമ്പോൾ ടോണി ഗ്രേഗ് പറഞ്ഞത് വി വിൽ മേക്ക് ദം ഗ്ലോബൽ എന്ന ഒരു വേർഡ് മാത്രം പറഞ്ഞു. റിച്ചർഡ്സിന് പിന്നെ ഈ ബോബ് മാർലി ഓരോ ഒരു പഴയ അടിമത്വവും ഈ ഇംഗ്ലീഷുകാരോടുള്ള ദേഷ്യം എല്ലാം ഉണ്ട്. പിന്നെ റിച്ചർഡ്സും ഗോർഡൻ ഗ്രീനിച്ചും അടിച്ച് പിന്നെ ഇവരെ ബമ്പറും ബീമറും കൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുകയാണ് ചെയ്തത്. ഇവരെ ബോളിംഗ് കൊണ്ട് പേടിച്ചിട്ട് ഫിൽസിമൺസ് എഡ്മൺസെല്ലാം ഓടുകയാണ് ചെയ്തത് അവസാനം. അതേപോലെയാണ് ഇന്ന് ജയിച്ചാൽ ഓർക്ക് അതും കൂടി കണക്കും തീർക്കാൻ അതുകൊണ്ട് ഒരു സ്പിരിറ്റിലാണ് കളിക്കുക. പക്ഷേ ക്ലിനിക്കൽ എഫിഷ്യൻസി
മുഴുവൻ ഇംഗ്ലണ്ടാണ് പ്രൊഫഷണൽസ്. എന്താന്ന് പറഞ്ഞാൽ സ്വാമി കൊളംബോയില് വിൻ ചെയ്ത ക്യാപ്റ്റനും കൂടിയ അന്നും പറഞ്ഞു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇനി ഉയരാൻ പോകുന്നു. പക്ഷേ എവിടെയും എത്തിയില്ല. ഇന്ന് 3 ഫൈനലിൽ എത്തിയെങ്കിലും വേൾഡ് അണ്ടർ-19 ചാമ്പ്യൻസായി, വിമൻസ് ഫൈനലിലെത്തി, ഇവരും ഫൈനലിലെത്തി. പക്ഷെ അവിടെ ബാക്കിൽ ബോർഡെല്ലാം തകർന്നു കിടക്കുവാണ്, ഗ്രീഡി ആയിട്ട്. ഇവർക്ക് പഴയ റിച്ചർഡ്സിന്റെയും ലോയിഡിന്റെയും ഗാർണറിന്റെയും ഹോൾഡിങ്ങിന്റെയും ഒന്നും ആ സെൽഫിന്റെ എല്ലാം ബോബ് മാർലി പാടിയിട്ടുള്ള ആ അടിമത്തവും അതിന്റെ എതിരെ CLR ജോൺസ് ബിയോണ്ട് എ ബൗണ്ടറിയും റൈറ്റേഴ്സിന്റെ ഒന്നും ആ ഒരു സെൽഫ് അല്ല. ഇവരൊരു ഗ്രീഡി ലോട്ടായി പോയി. പക്ഷെ എന്നാലും ഒരു പാഷൻ ഉണ്ട്. ആ ഒരു കമൻസിന്റെ മുകളിൽ ഓരോരു കളിക്കും. ഓപ്പണേഴ്സ് ചാൾട്ടൺ ജോൺസ് കട്ട് ചെയ്യും. ഇന്ന് എല്ലാവരും കട്ട് ചെയ്യാം. പിന്നെ ഈ ചേസ് ചെയ്യുന്നതിൽ വലിയ കാര്യം എന്താ പറയുക, വെസ്റ്റ് ഇൻഡീൻസ് എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാൻസ് നമ്മൾ ഇന്ത്യ ഉണ്ടല്ല 96 ടോസ് കണ്ടിട്ട് സെക്കൻഡ് ചേസ് ചെയ്തിട്ട് അവസാനം തകർന്ന് തരിപ്പണം, അതേപോലെ വീണു പോകും ചില സമയം. അത് ഫസ്റ്റ് തന്നെ എക്സ്പ്രസ് ചെയ്തിട്ട് ഒരു 220 റൺസ് എല്ലാം ഉണ്ടെങ്കിൽ എന്താ പറയുക, ഇതൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ചെറുതാണ്. ഇവരെ ഈ IPL റൂള് പ്രകാരം പോലെ തന്നെ കൽക്കട്ട പഴയ വലിയ ഗ്രൗണ്ട് ഒന്നുമല്ല. അപ്പോ ഇവരെ ഫിക്സ് ചെയ്യുന്ന ഗെയിലും ഹെയിലുമാണ്. മറ്റേ ഓപ്പണേഴ്സ് വിൽ ക്രഷിംഗ് വരും. പിന്നെ ബോളേഴ്സിന്റെ അതിൽ സ്പിന്നേഴ്സിന്റെ ഏറ്റവും നല്ല ബോളേഴ്സ് വെസ്റ്റ് ഇൻഡീസ് ആണ്. എന്താ പറയാ, ബദ്രീന്റെ ഓപ്പണിംഗ് ഓവർ. അപ്പോ ബദ്രി നോക്കണം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ പറയാ, ഈ ആംഗ്ലിംഗ് ബോൾ, മൊയിൻ അലി റൗണ്ട് വിക്കറ്റ് പോകണം. എന്താ പറയാ, നബി അഫ്ഗാനിസ്ഥാന്റെയും റഷീദ് ഖാനും റോങ് വൺസും കൊണ്ട് ഇവരെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിന്. 126 ഇവർക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ഈ റൗണ്ട് വിക്കറ്റ് വന്നിട്ട് ആംഗിൾ ചെയ്തപ്പോൾ ഇവർ ക്രാൻഡ് ആയിട്ട് ഇവർക്ക് സ്പേസ് വേണം. ഇവർ അടിക്കാൻ പോകണം. ഇവർ 4ഉം 6ഉം അടിക്കുള്ളൂ. അതിലാണ് ഇവരെ പിടിക്കുക. പക്ഷേങ്കിൽ ഇംഗ്ലണ്ടാണ്. ഇയാൻ മോർഗൻ ഈസ് ദ ബെസ്റ്റ് ക്യാപ്റ്റൻ. 1 ഇയർ മുമ്പേ തകർന്ന് കൺവെൻഷണൽ സ്റ്റൈലിൽ തകർന്ന് വേൾഡ് കപ്പിൽ ഒന്നുമില്ലാണ്ട് ക്രിട്ടിക്സ് എല്ലാം പറഞ്ഞ ടീമിനെ ഒരേ ലെവലിൽ വണ്ടിയിലും അങ്ങ് ഉയർത്തിക്കൊണ്ടുവന്ന ക്യാപ്റ്റൻ. അവന്റെ ഫോം നോക്കണ്ട, അവൻ ഫോമിൽ വന്നാലും ഭയങ്കര ടൈമറാണ്. പിന്നെ ഈ ഫിൽ സിമൺസ് തന്നെ കോച്ച് ചെയ്ത് അയർലൻഡിനെല്ലാം ഈ മോർഗൻ. പിന്നെ ബാക്ക്ഗ്രൂം ബോയ്സിനെയും നോക്കണം. ആരെല്ലാം നോക്ക്, കോളിംഗ്വുഡ് ചാമ്പ്യൻസ് ആക്കിയത് ഇംഗ്ലണ്ടിനെ. ശ്രീലങ്കയാണ് വേൾഡ് ചാമ്പ്യൻസ് 14 ആക്കിയ കോച്ചിങ് സിസ്റ്റം ഉണ്ട്. ഈ കോച്ച് ബെയ്ലസ് എന്ന ടാക്ടിക്കലി ഓസ്ട്രേലിയൻ കോച്ചാണ് ഇവരെ കീ. അപ്പം ഇവരെയിലോ ഫിൽ സിമൺസ്, ചീഫ് മാനേജർ ലോയിഡ്, ആംബ്രോസ്, അങ്ങനത്തെ എല്ലാം. അപ്പൊ ഒരു ഡിഫറൻസും ഇല്ല. ടീം തമ്മിൽ പൗണ്ട് ഫോർ പൗണ്ട് എല്ലാവരും ഈക്വൽ ആണ്. അപ്പൊ മാർജിനൽ ഡിഫറൻസ് പറഞ്ഞാൽ മൂവ്മെന്റ് സീസ് ചെയ്യുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയാം, F1 കാർ റേസിംഗ് പോലെയാണ് എന്ന് പറഞ്ഞാൽ ടൈമൊന്നുമില്ല. തുടങ്ങിയാൽ പിന്നെ നിൽക്കുന്നില്ല. എങ്ങനെ കേർവ്സിൽ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തും, അത് ആരെയാ ഉപയോഗപ്പെടുത്തുന്നതെന്ന് നിന്നറിയില്ല. പക്ഷെ ഇന്ന് ഗെയിലും എല്ലാവരും ഒരു സ്പിരിറ്റിൽ എന്താ പറയാ, ഇവർക്ക് തലയില്ല എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും സ്വാമി പറഞ്ഞ മൃഗങ്ങൾക്ക് വരെ തലച്ചോറുണ്ട്. പക്ഷെ എന്നിട്ടും ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതൊരു റേഷ്യൽ കമന്റ്സും കൂടിയിട്ട് അങ്ങനെ ഈ ഫൂൾ ഡൈവർ എപ്പോഴും ഈ ഇംഗ്ലണ്ട്. ടോണി ക്രൈഗ് പണ്ട് പറഞ്ഞ ടോണി ക്രൈഗ് പിന്നെ പറയേണ്ടി വന്നിട്ടില്ല. ടോണി ക്രൈഗ് 291 അല്ല അടിച്ച റിച്ചർഡ്സ്. പക്ഷെ അതേപോലെ ചില, പക്ഷെ എന്നാലും ഗെയിലിനെല്ലാം ഓർമ്മയുണ്ടാവും. അവരെ സ്റ്റോക്ക് ചെയ്ത് ആ റേഷ്യൽ ഇത് സ്റ്റോക്ക് ചെയ്ത് എപ്പോഴും അവർക്കൊരു പടിയുണ്ടാവും. ഇന്ന് അവർ ജയിച്ചാൽ നിങ്ങൾ വേറെ ഒരു സെലിബ്രേഷൻ കാണും. അത് ആ കമന്റ്സിനെ പറ്റിയിട്ട് കേൾക്കും. അത് എപ്പോഴും അതാ റിച്ചർഡ്സിന്റെ. എനക്കും അത് 40 കൊല്ലം മുമ്പേ അത് നോക്കണം ഹിസ്റ്ററി. 76 പറഞ്ഞു, ഇപ്പൊ 2016. അത് ഈ ഇംഗ്ലീഷുകാരുടെ ഒരു ഫൂളിഷ്നെസ് എപ്പോഴും ഉണ്ടാവും. അവർക്ക് ഈ തല എന്ന് പറഞ്ഞൊന്നുമില്ല. എന്താ പറയാ, ഇവർ പിന്നെ IPL എന്ന് പറഞ്ഞാൽ IPL ഒരാൾ മാത്രമേ ഇയാൻ മോർഗൻ കളിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവരാണ് IPL ഹിസ്റ്ററി ശരിയാണ്. ബട്ട് ഇവിടെ ഡേഞ്ചർ മാൻ ഉണ്ട്, മാർലൺ സാമുവൽസ്. ഇതുവരെ ഒരു സ്ക്രൂ കിറ്റിനെ പോലെ കളിച്ച ഫൈനലിൽ 78 റൺ അഗൈൻസ്റ്റ് ശ്രീലങ്ക ഫൈനലിൽ അന്ന് ജയിച്ച. അന്ന് ഹയസ്റ്റ് സ്കോർ, സെക്കൻഡ് ഹയസ്റ്റ് സ്കോർ വാസ് ഗിവൻ 33. ഒരു ഡിഫിക്കൽട്ട് പിച്ചിൽ ഏറ്റവും നല്ല ഇന്നിങ്സ്. അപ്പം ടച്ച് പ്ലെയർ ഉണ്ട്, സാമുവൽ, ഡിവാസ്റ്റേറ്റിംഗ് എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ ഇൻ ഗെയിൽ, ചാൾട്ടൺ ജോൺസ്, റസൽ, സാമി, ബ്രത്വേറ്റ് ഒരു പൊട്ടൻഷ്യൽ വിന്നറാ ശരിക്ക്. അത് ഓസ്ട്രേലിയയിൽ കാണിച്ചവൻ ഒരു സെഞ്ചുറിയോടെ ടെസ്റ്റില് വിതിൻ 116 ബോൾസിലാണ് സെഞ്ചുറി അടിച്ചത്. അതും 7 വിക്കറ്റ് 57 പോയി. അപ്പൊ ബ്രത്വേറ്റ് ഈസ് ഹെവി വെയിറ്റ്, ഇതല്ല ലോവർ ഡൗൺ. അതേപോലെ അവർക്ക് ഉള്ള അഡ്വാൻറ്റേജ് ഈസ് മീഡിയം പേസ്. ജോർഡാൻ ഈസ് എ ഗുഡ് ബോളർ. ഡേവിഡ് വില്ലി കൗണ്ടിയിൽ ഓപ്പണറാ ഈ T20. അതൊന്നും നോക്കണ്ട. അപ്പൊ 11 വരെയുള്ള ബാറ്റ്സ്മാൻമാർ, ജോർഡൻ ഈസ് എ യോക്കർ സ്പെഷ്യലിസ്റ്റ്. മറ്റേ ഇവൻ ഡേവിഡ് വില്ലി മറ്റേ ടോപ്പ് ലൈന് എടുക്കൂല. അവരിപ്പോ പുറത്ത് ഇന്ന് പറയുന്നത് പിന്നുണ്ടെങ്കിൽ നമ്മൾ ഡോസനെ കൊണ്ട്, പക്ഷെ അതൊന്നും കൊണ്ടുവരും. ഈ ടീം തന്നെ വേണം. മൊയിൻ അലി ഈസ് എ ഗുഡ് സ്പിന്നർ, സ്ലോ സ്പിന്നർ. മറ്റേ ഈ ആദിൽ റഷീദ് ഇന്നൊരു കീ പ്ലെയർ. എന്താ പറയുക, എവേ ഗോയിങ് ബോൾ ലെഗ് സ്പിന്നർ വിൽ മറ്റേ മേക്ക് ലൈഫ് ഡിഫിക്കൽട്ട് ഫോർ
ലെഗ് സ്പിന്നേഴ്സിന് ഇവർക്ക് കളിക്കാൻ ഒരു കുറെ അക്രോസ് കളിക്കും. അപ്പൊ പക്ഷേ ഇവർ ഇന്ന് വെസ്റ്റ് ഇൻഡീസ് എല്ലാം കൂടി എന്താ പറയുക ഈ ഒരു കമന്റ്സും കൊണ്ട് ഈസ് വെൽ ഡിറ്റർമിൻ. പക്ഷെ ക്ലിനിക്കലി ഇത് പറയുന്നത് അറ്റ് ഹാർട്ട് നമുക്കെല്ലാം വെസ്റ്റ് ഇൻഡീസ് ജയിക്കണമെന്നായെങ്കിലും മറ്റൊരു എല്ലാം ഗെയിം റെഡി പഴയ പോലെയല്ല. ഇംഗ്ലണ്ട് വെറും ഈ കമ്പ്യൂട്ടറും എടുത്തിട്ട് ഒപ്പോണൻസിന്റെ വീക്ക്നെസ്സും അതൊന്നും നോക്കിയിട്ടില്ല. ഇൻസ്റ്റിങ്സിലും പ്ലെയർ ഇപ്പൊ പീറ്റേഴ്സൺ പോയതുപോലെ തന്നെയാണ്. പീറ്റേഴ്സന്റെ അഭാവം തന്നെയാണ് പൊള്ളാർഡിന്റെ അഭാവം വെസ്റ്റ് ഇൻഡീസിനുള്ള. ഒരു നിമിഷം ശ്രീ ദേവദാസ്, ഒരു നിമിഷം തുടരുക. ഞാൻ വളരെ വേഗത്തിലെത്താം. ചെറിയൊരു ഇടവേളയ്ക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വരാം താങ്കളിലേക്ക്. ശ്രീ ദേവദാസ്, ഇന്നലെ ഡാരൻ സാമി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ബോർഡുമായുള്ള പ്രതിഫല തർക്കമൊക്കെ മൂലം ഞങ്ങളെ പണക്കൊതിയന്മാരായിട്ടാണ് ലോകം കാണുന്നത്, ആരും ഞങ്ങളെ ബഹുമാനിക്കാറുമില്ല എന്നൊക്കെ അദ്ദേഹം വളരെ പരിഭവത്തോടെ പറയുകയുണ്ടായി. വെള്ളക്കാരൻ്റെ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുത്ത് അവസാനിച്ചു പോയ ഒരു തലമുറയുടെ പിന്മുറക്കാർക്ക് ചിലതൊക്കെ ഇന്ന് തെളിയിക്കാനുണ്ട് ഇംഗ്ലണ്ടിനെതിരെ ഫൈനലിൽ ഇറങ്ങുമ്പോൾ. അതാ ഞാൻ പറഞ്ഞത്. അതാണ് മാർക്ക് നിക്ലസിന്റെ കമന്റ് ഓരോ ഉത്തേജിപ്പിക്കേണ്ടത്. എന്താ പറയാ, അന്ന് വി വിൽ മേക്ക് ദം ഗ്രോവൽ എന്ന് ടോണി ഗ്രേഗ് പറഞ്ഞപ്പോ റിച്ചർഡ്സും ലോയിഡും എല്ലാം ബാറ്ററി ഓഫ് റോബർട്ട്സ്, ഹോൾഡിംഗ്, ഗാർണർ അടിച്ചിട്ട് അവരെ ബീമർ ബമ്പർ കൊണ്ട് അവസാനം പേടിച്ചോടിയിട്ട് ബ്ലാക്ക് വാഷ് എന്നാണ്. നിങ്ങൾ ഹിസ്റ്ററിയിൽ നോക്കുക, ക്രിക്കറ്റിലെ ഹിസ്റ്ററിയിൽ ആദ്യത്തെ ബ്ലാക്ക് വാഷ് 5-0 കാണുന്നത് ആ ഇതിലാണ്. അങ്ങനെയാണ് ഈ ബ്ലാക്ക് വാഷ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഓസ്ട്രേലിയക്ക് എന്തുകൊണ്ടാണ് ബോബ് മർലി എല്ലാം പാടിയിട്ട് വന്നത്? ഓരോ സെൽഫിന്റെ റിയാലിറ്റി ഒന്നെങ്കിൽ പാട്ട് അല്ലെങ്കിൽ ഈ ക്രിക്കറ്റാണ്. അപ്പൊ ക്രിക്കറ്റിൽ പിന്നീട് അവരെ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നപ്പോ പാകിസ്ഥാനിലെ ബോർഡ് പോലെ തന്നെയാണ് ഇവരെ ഒരു മര്യാദക്ക് ഒന്നും ആക്കിയില്ല, ലെജൻസിനെ ഒന്നും മെയിൻ സ്ട്രീമിലാക്കിയില്ല. പിന്നെ ചീഫെല്ലായിട്ട് വന്നപ്പോൾ ലോയിഡിനൊന്നും ചെയ്യാൻ പറ്റാത്ത എന്താ അവിടെയുള്ള പൊളിറ്റിക്സ് എന്താ ഐലൻഡ് കൺട്രീസിനെ ബൈൻഡ് ചെയ്യുന്നത് ക്രിക്കറ്റാണ്. അതാണ് ഈ സാമിന്റെ എല്ലാം റോള്, ലോയിഡിന്റെ റോള് അതാണ്. അതുവരെ സോബേഴ്സ് എല്ലാം അതിലും വലിയ കളിക്കാറില്ലേ. പക്ഷെങ്കിൽ വാൾക്കോട്ടിനെല്ലാം ഞങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ബൈൻഡ് ചെയ്യുന്ന ക്രിക്കറ്റാണ്. എല്ലാ അയർലൻഡ് ഡിസെന്റിഗ്രേറ്റ് ചെയ്തു പോകും. അതുകൊണ്ടാണ് ഈ ക്രിക്കറ്റില് ആ സ്വാമി പറയുന്നതിൽ കാര്യമുണ്ട്. എന്താ പറയാ, ഇവർക്ക് ആ വിലയിൽ ഇവരെ ഇങ്ങനെ പൈസ ഗ്രീഡിന്ന് ഞാനും എല്ലാം പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ ബോർഡ് ആക്കി വെച്ചല്ലേ. സ്വാമീനെ കുറ്റം പറയുന്നതല്ല അത്. സ്വാമിയെല്ലാം പറഞ്ഞാൽ അതുകൊണ്ടാണ് അവർ ക്രിക്കറ്റ് ടെസ്റ്റും വൺ ഡേ പോലും കളിക്കാണ്ട് പൊള്ളാടല്ല IPL കളിക്കേണ്ട ഗതികേട്ടിലേക്ക് വരുന്നത്. എന്താ പറയുക, അവർക്ക് പൈസ വേണം, അവർക്ക് ബോർഡിൽ നിന്ന് മര്യാദക്കുള്ള കോൺട്രാക്ട്സ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഒരു ടെസ്റ്റ് കളിക്കുന്നില്ല. അല്ലെ ഗെയിൽ എത്രയും ടെസ്റ്റ് കളിച്ച് വൺ ഡേ അല്ലേ കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല പ്ലേയേഴ്സ് ടെസ്റ്റിൽ പോയാൽ 1.5 ദിവസം കൊണ്ട് ടെസ്റ്റ് തീരുന്നത്. ഇപ്പൊ സങ്കടം ഈ വെസ്റ്റ് ഇൻഡീസ് കണ്ട് തോക്കുമ്പോൾ ഓരോ മാച്ച് തോക്കുമ്പോൾ സാധാരണ നമ്മൾ ഇന്ത്യൻ ടീം തോക്കുന്നതിനെക്കാട്ടും സങ്കടം ശരിക്കുള്ള ഇപ്പൊ രംഗനാഥനെ പോലത്തെ എല്ലാം ചോദിച്ചാൽ തിരിയും. എന്തുകൊണ്ടാന്ന് പറയാം, ഞങ്ങൾക്കൊരു സങ്കടം വരും. വെസ്റ്റ് ഇൻഡീസ് തോക്കരുതെന്നാണ് മനസ്സിലുള്ളത്. ഇത് ജയിക്കണം, ഇന്ന് ജയിച്ചാലും ഞങ്ങൾക്കും ഒരു സന്തോഷം. എന്താ പറയുക, അവന് വേണം എന്നുള്ള എന്താ പറയാ മാർക്ക്നെസ്സിൽ. അതുകൊണ്ടാണ് ക്രിക്കറ്റാണ് അവരുടെ ആൻസർ. അവരുടെ അടുക്ക ഒന്നുമില്ല. അവരെ കയ്യിൽ നിങ്ങളെതിരെ ബുള്ളറ്റോ ബയനറ്റോ എല്ലാം ഉണ്ട്. എല്ലാം ഈ വേൾഡിനെ ഫേസ് ചെയ്യുന്നത്. അവരെ ഇടയിൽ വേൾഡിനെ ഫേസ് ചെയ്യുന്നത് അവർ ക്രിക്കറ്റ് ത്രൂ. അപ്പൊ ആ ക്രിക്കറ്റിനെ മാക്സിമം ഇതാക്കേണ്ട വെന്യൂ എല്ലാം കിട്ടി. അണ്ടർ-19 ഫൈനലിൽ കിട്ടി. അതാണ് ഇൻസ്പിറേഷൻ ടു മീ എന്നാ പറഞ്ഞ സ്വാമി. അണ്ടർ-19 വിക്ടറി വിമൻസ് ഒന്ന് റേസ് ചെയ്യും. ഇന്ന് ഓസ്ട്രേലിയനെ അട്ടിമറിക്കണമെന്ന പ്രാർത്ഥന. എന്താ പറയുക, ഓസ്ട്രേലിയ ഭയങ്കര ടീമാണ്. ഈ ലണ്ണിങ്ങിന്റെ ടീം ഭയങ്കര ടീമാണ്. പക്ഷെ എന്നാലും അട്ടിമറിക്കണം. അത് ആ വൈകുന്നേരം അത് അട്ടിമറിച്ചെങ്കിൽ ഇവർക്ക് ആഡഡ് ഇൻസ്പിറേഷനും ആവും രാത്രി. പക്ഷേ ഇവർ എന്തായാലും 20-ലായെങ്കിലും അവരെ ഒരു ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ്, പഴയ ഒരു ബ്രാൻഡ് ഉണ്ട്. അത് ടെസ്റ്റിലും വൺ ഡേയിലും കാണിച്ച ഒരു ബ്രാൻഡ് ഉണ്ട്. ഞങ്ങളെല്ലാം മനസ്സിൽ ഇപ്പവും പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു ബ്രാൻഡ്. ആ ബ്രാൻഡിന്റെ ഒരു ചെറിയ ഒരു സ്പാർക്കെങ്കിലും കണ്ടതിന്റെ സന്തോഷത്തില് ക്രിക്കറ്റ് എന്തൂസിയാസ്റ്റ് എന്ന നിലയിൽ. പക്ഷെ മറുവശത്ത് ഇപ്പൊ ജോ റൂട്ടിനെ ഇതാക്കാൻ ഇതുണ്ട്, മറ്റേ മർലൻ സാമുവൽസ് ഉണ്ട്. പക്ഷേ വിക്കറ്റ് കീപ്പറിൽ രാംദീൻ ഔട്ട് ഓഫ് ഫോം. പക്ഷെ ജോസ് ബട്ട്ലർ വൺ ഓഫ് ദ ബെസ്റ്റ് ഹിറ്റേഴ്സ് ഇൻ വേൾഡ് ക്രിക്കറ്റ്. വെസ്റ്റ് ഇന്ത്യൻ എമംഗ് ഇംഗ്ലീഷ് മാൻ ആണ് ജോസ് ബട്ട്ലർ. ജോസ് ബട്ട്ലറിന്റെ ഇതിലാണ് എല്ലാം, അധികാരം പറയുന്നില്ല. പക്ഷെ ജോസ് ബട്ട്ലർ എന്ന ആണ് അവന്റെ ഹിറ്റിംഗ് ഈസ് പവർഫുൾ ഹിറ്റർ. വേൾഡിലെ ഇപ്പൊ വൺ ഡേയിലും 20-ലുള്ള ഏറ്റവും നല്ല. അതാണ് ഇംഗ്ലണ്ടിനെ മാറ്റിമറിച്ചത്. ജോസ് ബട്ട്ലറിന്റെ ഹിറ്റിംഗ് ആണ്. പല മാച്ചസിലും നോക്കിയ ഈ കഴിഞ്ഞ കൊല്ലല്ല. അതുകൊണ്ട് ബൗളിംഗ് ഒന്നും ഡിഫറൻസ് ഇല്ല. ബട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ഗെയിം ആ ഒരു മൂവ്മെന്റിൽ സീസ് ചെയ്യുന്നത്. ഇന്ന് പറഞ്ഞാൽ പാസ് റെക്കോർഡ്സിൽ നോക്കിയാൽ വേൾഡ് കപ്പിൽ മുഴുവൻ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു ഇംഗ്ലണ്ടായിട്ട്. പക്ഷേ ഇംഗ്ലണ്ടായിട്ട് ലാസ്റ്റ് കളിച്ച വേൾഡ് കപ്പ് ഫൈനൽ വാസ് ഇൻ 79. അന്ന് ഡിസാസ്റ്റർ ആയിരുന്നു. റിച്ചർഡ്സന്റെ ഞാൻ വരാം. ഒരു ഇടവേള കൂടി പോകേണ്ടി വരുന്നു. ഇടവേള.
വളരെയധികം IPL വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കാരണം ഈ ലോകകപ്പിൽ കളിച്ച് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നവരൊക്കെ തന്നെ വിവിധ IPL ടീമുകളുടെ ഭാഗമാണ്. നേരത്തെ ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം സിമൺസിൻ്റെ പ്രകടനം കണ്ടാണ് 82, അതായത് മുംബൈ ഇന്ത്യൻസിൻ്റെ കളിക്കാരൻ. മറുവശത്ത് ഇംഗ്ലണ്ടിന് അതൊരു ശരിയായ രീതി, കാരണം അവർക്ക് മോർഗൻ മാത്രമാണ് IPL കളിച്ചൊരു പരിചയം, അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രൗണ്ടുകളോടെ ഒരു പരിചയമുള്ള ഒരു കളിക്കാരൻ. അത് ഈ ഫൈനലിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തും? മനു, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, അതായത് വെസ്റ്റ് ഇൻഡീസ് കാര്യം ദേവദാസ് സൂചിപ്പിച്ചതിൻ്റെ അഡീഷണൽ ഒന്നും കൂടെ ഉണ്ട്. കാരണം ഈ വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ താരങ്ങളൊന്നും വെസ്റ്റ് ഇൻഡീസിൽ കളിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവർ ബിഗ് ബാഷിന് പോകുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ്, അല്ലെങ്കിൽ ഇന്ത്യൻ IPL, ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു വെസ്റ്റ് ഇന്ത്യൻ യങ്സ്റ്റർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നിങ്ങൾ കൂടുതലാണ് ക്രിസ് ഗെയിലിനെയും ബ്രാവോനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള വെസ്റ്റ് ഇൻഡീസ് താരങ്ങളെ കാണുന്നത്, പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള അവസരമില്ല, ഞങ്ങൾക്ക് കളിക്കാനായിട്ടൊരു അവസരം ലഭിക്കുന്നില്ല. അതും ഒരു തെറ്റായിട്ട് തന്നെ പറഞ്ഞു. കാരണം ആഭ്യന്തര ക്രിക്കറ്റ് ഇത്ര മുതിർന്ന താരങ്ങളുടെ അവിടെ കളിച്ചാൽ മാത്രമേ വീണ്ടും വെസ്റ്റ് ഇന്ത്യൻ പ്രതാപം എടുത്തു വരികയുള്ളൂ. പക്ഷേ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം നിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെയല്ലേ കൃത്യമായ ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഇടപെടൽ ഉണ്ടല്ലോ. ഇപ്പൊ വെസ്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സച്ചിനെ വരെ ഇവിടെ ആഭ്യന്തര മത്സരങ്ങൾ കളിപ്പിക്കുന്നു, ദ്രാവിഡ് കളിക്കുന്നു, ഗാംഗുലി, ലക്ഷ്മൺ ഒക്കെ കളിക്കുന്നു, ധോണി കളിക്കുന്നു. അവിടെ ബോർഡിന്റെ ഒരു ഇടപെടൽ വരുന്നില്ലേ? അല്ല, അവിടെയാണ് ബോർഡിന്റെ ഒരു കുറവ് കാണുന്നത്. ബോർഡ് ഇല്ല അവിടുത്തെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് കുറച്ച് പേരുടെ കയ്യിലാണ്. ഇപ്പോൾ ക്ലൈവ് ലോയിഡോ റിച്ചർഡ്സൊക്കെ ഇങ്ങനെയുള്ളവർ വന്നാൽ മാത്രമേ അതിനുള്ള മാറ്റം വരികയുള്ളൂ. പക്ഷേ അതിലോട്ടുള്ള ശ്രമങ്ങൾ ഇനിയുള്ള ഈ മുതിർന്ന താരങ്ങൾ, ഇപ്പോൾ ക്രിസ് ഗെയിലിനെ മാരിയോ അല്ലെങ്കിൽ സാമിനെ മാരിയുള്ളവർ മുന്നോട്ട് വന്ന അവിടുത്തെ യങ്സ്റ്റേഴ്സ്, ഇപ്പോൾ സാമി പറഞ്ഞത് വളരെ ഒരു പോസിറ്റീവ് സൈനാണ്. കാരണം യങ്സ്റ്റേഴ്സ് വെസ്റ്റ് ഇന്ത്യൻ അണ്ടർ-19 ലോകകപ്പ് ചാമ്പ്യൻ ആയിരിക്കുന്നു. പക്ഷേ അവരെ ഇനിയും സീനിയറാക്കി മാറ്റിയെടുക്കേണ്ട ചുമതല ഈ സീനിയർ ടീമിൻ്റെ അംഗങ്ങളാണ്. അപ്പോൾ അവർ കൂടുതൽ അവരായിട്ട് കളിക്കാനും അവർ കൂടുതൽ ആ ടീമിനെ ഡെവലപ്പ് ചെയ്യാനും അവർ മുൻകൈ എടുക്കണം. അത് വന്നു കഴിഞ്ഞാൽ പഴയകാല പ്രതാപത്തിലോട്ട് വെസ്റ്റ് ഇൻഡീസ് മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ മനു ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, അതായത് IPL കളിക്കുന്നു. IPL-ലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം IPL-ൽ പല താരങ്ങൾ ഒരുമിച്ച് കളിക്കുകയാണ്. പല രാജ്യത്തിലുള്ള, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ പെർഫോമൻസ് എന്തായിരുന്നു? IPL-ലെ മികച്ച താരങ്ങളെല്ലാം തന്നെ സൗത്ത് ആഫ്രിക്കൻ ടീമിലുണ്ടായിരുന്നു. ഇപ്പോൾ ഡിവില്ലേഴ്സ് ആയാലും, റോസ്വോ ആയാലും, മില്ലർ ആയാലും, സ്റ്റെയിൻ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളും IPL കളിക്കുന്ന താരങ്ങൾ. പക്ഷേ അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. സൗത്ത് ആഫ്രിക്ക തകർന്നടിഞ്ഞു. ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഗ്രൗണ്ടുകളുള്ള പരിചയം, പ്രത്യേകിച്ച് കൊൽക്കത്തയിലൊക്കെ ഇവരെല്ലാവരും ഒരുപാട് അത് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ, പ്രത്യേകിച്ച് 2020 ക്രിക്കറ്റിൽ അത്ര കാര്യമില്ല. കാരണം ഇപ്പോൾ ഇംഗ്ലണ്ട് ഒരു യുവ നിരയാണ്. പക്ഷെ അവരുടെ പെർഫോമൻസ് ഒരിക്കലും നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല. പെർഫോമൻസ് മികവാണ് മെയിൻ. ഒരു പ്ലെയർ അവരുടെ റോള് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ബോളിങ്ങറാണ് ഞാൻ നേരത്തെ ഞാൻ വീണ്ടും പറയുന്നത്. കാരണം എത്ര ഡോട്ട് ബോൾ എറിയുന്നോ അതാണ് ഒരു ബോളറിൻ്റെ കഴിവ്. അതിപ്പോൾ വേൾഡ് കപ്പിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് IPL കളിച്ചുകൊണ്ട് ഡോട്ട് ബോൾ എറിയണമെന്ന് പറയുന്നില്ല. ആ മാറ്റം തീർച്ചയായിട്ടും ആ ലോകകപ്പ് ഫൈനലാണ് കളിക്കുന്നത്. ഏത് ടീമാണോ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നത് അല്ലെ ബാറ്റ് ചെയ്യുന്നത് ആ ടീമിനായിരിക്കും കൂടുതലാണ്. പക്ഷേ ഇന്നൊരു കാര്യം ടോസ് നിർണായകമായിരിക്കും. ഇഡൻ ഗാർഡൻസിൽ ഈ ഡ്യൂ ഫാക്ടർ എന്നുള്ളൊരു കാര്യമുണ്ട്. രണ്ടാമത് ചേസ് ചെയ്യുമ്പോൾ ബോൾ ചെയ്യുന്ന ടീമിന് പന്ത് ഗ്രിപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ബോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. പ്രത്യേകിച്ച് ഇരു ടീമുകൾക്കും ഏറെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ലോകകപ്പിലാണെങ്കിലും 4 കളി അവിടെ വൈകിട്ട് നടന്ന 4 കളികളിലും ചേസ് ചെയ്തവരാണ് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പന്ത് ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ട് രണ്ടാമത് ബോൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് തീർച്ചയായും സമയപരിമിതി വളരെ വേഗത്തിൽ ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും? നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. തീർച്ചയായും ഇന്ന് ഞാൻ പറയാം, പവർ ഹിറ്റേഴ്സ് ഈ ടീമുകളെ ഇവിടെ എത്തിച്ചത് പവർ ഹിറ്റിംഗ് ആണ്. റോയ് ആയാലും, റൂട്ട് ആയാലും, ബട്ട്ലർ ആയാലും, മറുപക്ഷത്ത് ഗെയിൽ, സിമൺസിനെ പോലുള്ള ആ പവർ ഹിറ്റിംഗ് ആയിരിക്കും നിർണായകമാവുക. ആ പവർ ഹിറ്റിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യാൻ ആരാണോ തടയിടുന്നത് ആ ടീം വിജയിക്കും. വിക്കറ്റ് നേടുകയോ നല്ല രീതിയിൽ അച്ചടക്കത്തോടെ പന്തെറിയുകയോ ചെയ്തിട്ട് ഈ രണ്ട് ടീമിന്റെയും ശക്തി പവർ ഹിറ്റിംഗ്. തീർച്ചയായും സുധേഷ്, ദേവദാസ് ഒരു ഒറ്റ വാചകത്തിൽ ഉത്തരം തരണം. താങ്കൾ ആർക്കൊപ്പം നിൽക്കുന്നു? താങ്കൾ പ്രതീക്ഷിക്കുന്ന ഒരു മത്സര ഫലം എന്താണ്? ഞാൻ ഇംഗ്ലണ്ട് ജയിക്കും തന്നെയാണ് ക്ലിനിക്കൽ ഇതില്. പക്ഷേ എന്റെ മനസ്സ് പ്രാർത്ഥന മുഴുവൻ വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു ഗെയിലിന്റെ ആ RCBക്ക് വേണ്ടി 175 അടിച്ച പോലത്തെ. തീർച്ചയായിട്ടും ശ്രീ ദേവദാസ്, സമയപരിമിതി മൂലം മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ ദേവദാസ്, ഒപ്പം ശ്രീ രംഗനാഥൻ, ഒപ്പം ശ്രീ സുധേഷ് ഒരു അവസരത്തിൽ പങ്കുചേർന്നതിന്. ഈ ലോക പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം വാർത്തകൾ. നമസ്കാരം.